പ്രാർത്ഥിക്കാം. സ്നേഹമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്നത്തെ നല്ല ദിവസത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ, ഒന്നിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. ഈ സന്ധ്യയിൽ വീണ്ടും കർത്താവെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് കടന്നു വന്നു ഞങ്ങളുടെ യാത്രയിൽ കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയങ്ങൾ തന്നെ ചെലവഴിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും കർത്താവെ അവിടുത്തെ ശബ്ദം കേൾക്കുന്ന ദിവസമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് അവിടെ അയച്ചു. ഈ ദേശത്തിന് കർത്താവെ ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് മുഖാന്തരം ഈ ദേശത്തിൽ ദൈവപ്രവൃത്തികൾ നടക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ആരെയും ഒരു സ്ഥലത്തേക്ക് ഒരു ഉദ്ദേശം കൂടാതെ അയക്കുന്നില്ലല്ലോ. കർത്താവെ, പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് എന്തിനു വേണ്ടി ഞങ്ങളെ അയച്ചു. ആ ഉദ്ദേശത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് വരും ദിവസങ്ങളിൽ ഈ കൂട്ടായ്മയിലൂടെ കാണുമെന്നൊക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ആത്മാക്കൾ ഇവിടെ കടന്നു വന്ന് സത്യദൈവത്തെ കണ്ടെത്തുവാൻ, അനേക കർത്താവെ നിരാശയിൽ കഴിയുന്നവർ, ദുഃഖത്തിൽ കഴിയുന്നവർ, പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവരൊക്കെ ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് കർത്താവെ അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ ഉണ്ടാകുവാൻ, ചില എൻകൗണ്ടറുകൾ നടക്കുവാനൊക്കെ വേണം. ജീവിതത്തിന് അർത്ഥമറിയാതെ വണ്ണം നിരാശയിലും ഒക്കെ കഴിയുന്നവർ കർത്താവെ ഇവിടെ കടന്നു വന്ന് അവർ വചനം കേൾക്കുമ്പോൾ ജീവിതങ്ങളിൽ വലിയ രൂപാന്തരങ്ങൾ ഉണ്ടാകുവാൻ, ദൈവത്താൽ സ്പർശിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുണ്ടല്ലോ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനേക ആത്മാക്കളെ കർത്താവ് വീണ്ടും ഞങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇനി ആരെങ്കിലും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ യാത്രയിൽ കൂടിയിരിക്കണമേ, ക്ഷേമത്തോടെ എത്തിച്ചേരുവാൻ സഹായിക്കണമേ. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ വലിയ ഗൈഡൻസ്, അവിടുത്തെ അനുഗ്രഹം, അവിടുത്തെ അഭിഷേകം കർത്താവെ ഓരോ ശുശ്രൂഷകളെയും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടുകൾ പാടിങ്ങനെ സുഖപ്പാൻ മാത്രപ്പെടുത്തുവാൻ ഇടയാക്കണമേ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ. ദൈവത്തിന്റെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും സന്ധ്യയിൽ വീണ്ടും നിങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അതിയോടൊന്ന് പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ചു വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന പാട് കേൾക്കണമേ, സ്വർഗ്ഗപിതാവേ, ആമേൻ. നാം അതേപോലെ ചെയ്തു വരുന്ന പോലെ ആദ്യം കുറച്ച് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കാം. ദൈവം നമ്മളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് ദൈവം ഒരു ദൈവപ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി, ദൈവം എന്തിനു വേണ്ടി നമ്മളെവിടെ അയച്ചു, ആ ഒരു പർപ്പസ് ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഈ ദേശത്ത് ദൈവം കണ്ടിരിക്കുന്ന അനേക ആത്മാക്കളുണ്ടല്ലോ. അവരുടെയൊക്കെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ റോച്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സിറ്റിയിൽ പാർക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള ഓഫീസേഴ്സ്, ഇവിടെയുള്ള ഹോസ്പിറ്റല്, മറ്റേ എല്ലാ സ്ഥാപനങ്ങളും ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാന്നൊക്കെ വേണം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സിറ്റിയിൽ കഴിയുന്ന പല പീപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അവരുടെ മധ്യത്തിൽ എത്തിയസ്റ്റ് ആയിട്ടുള്ളവർ കാണും, പല മതങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെ കാണുമല്ലോ. നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ദൈവമേ, ദിവസങ്ങളിൽ അവരൊക്കെ സത്യദൈവത്തെ അറിയുവാന്നൊക്കെ വേണം. ആ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, ഇരുട്ടിയിരിക്കുന്ന ജനം ഒരു വെളിച്ചം കണ്ടുവെന്ന് വചനത്തിൽ കാണുന്ന പ്രകാരം അവരൊക്കെ ഒരു വെളിച്ചം കാണുവാന്നൊക്കെ വേണം. നാം അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നതല്ലോ, വെളിച്ചം ചോദിച്ചുകൊണ്ട് അവർ അകത്ത് വന്നു എന്ന് കാണുന്നതല്ലോ. ഈ ദിവസങ്ങളിൽ ചില വ്യക്തികൾ വെളിച്ചം ചോദിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വരുന്ന അനുഭവങ്ങൾ ദൈവം നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തെ ദൈവപ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി, ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ നാം ടിൻ സിറ്റീസിന് വേണ്ടി പ്രാർത്ഥിക്കാം. 40 ദിവസത്തെ എനർജിൻ്റെ ഫാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അനേക പീപ്പിൾ ഗ്രൂപ്പ്സിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായി. വീണ്ടും പ്രാർത്ഥിക്കാം. ഇവിടെ പാർക്കുന്ന ഇമിഗ്രൻസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അവരുടെ ഇടയിൽ ദൈവപ്രവർത്തികൾ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേക ഇവിടെയുള്ള ഇന്ത്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. 50,000+ ഇന്ത്യൻസ് ഇവിടെ പാർക്കുന്നല്ലോ. അവരെ അറിയിക്കാൻ തക്കവണ്ണം ദൈവം ചില വാതിലുകൾ തുറക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് പ്രകാരം പറയുന്നു, സുവിശേഷത്തിന് വേണ്ടി എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നു എന്ന് വായിക്കുന്നല്ലോ. അതുപോലെ ദൈവം ഒരു വാതിൽ സുവിശേഷത്തിന് വേണ്ടി ഈ ദേശത്ത് തുറക്കുവാൻ, ഇവിടെയുള്ള സഭകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഇവിടെയുള്ള സഭകൾ ആത്മാക്കളെ കൊണ്ട് നിറയുവാൻ, ഈ സഭകളിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടക്കുവാൻ, അങ്ങനെ വിവിധങ്ങളായ നിലകളിൽ ദൈവം ഈ ദേശത്ത് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ദേശത്ത് കടന്നു വന്നുവെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതൊക്കെ മാറിയിട്ട് വീണ്ടും ദേശത്തിൻ്റെ മുഖച്ഛായ മാറുവാൻ, ദേശത്തിൻ്റെ ചരിത്രം തിരുത്തി എഴുതുന്ന അനുഭവങ്ങൾ, ആ വലിയൊരു മാറ്റത്തിലേക്ക് ഈ ദേശം നയിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 5 ലൊക്കേഷൻസ്, 5 സർവീസുകൾ, 5 മിനിസ്ട്രീസ്, 5% സാൽവേഷൻ, ഈ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്നും ദൈവം പുതിയ സ്ഥലങ്ങളിലേക്ക് ദൈവം നമ്മൾ അയക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഓർത്തുകൊണ്ട്
സഹോദരന്മാരുടെ കൂട്ടുന്ന ഒരാൾക്കും സഹോദരന്മാരുടെ കൂട്ടുന്ന ഒരാൾക്കും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. മറ്റെല്ലാവർക്കും ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ, നൽകിയ നല്ല മനോഹരമായ ദിവസത്തിനായി സ്തോത്രം 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 ചെയ്യുന്ന പകൽ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് സഭയായിട്ട് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവെ കൂട്ടായ്മ ആചരിക്കുവാൻ, സഭാപരമായി കൂടി വരുവാൻ എല്ലാം ഞങ്ങൾക്ക് കൃപ ചെയ്തതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ആദ്യം മുതൽ കർത്താവെ തന്നെ കർത്താവെ, അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ, ഹല്ലേലൂയ, പാപപരിഹാര യാഗമായി തീർന്നു കർത്താവെ, മറ്റ് ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ് ആയിട്ട് കർത്താവെ ആയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. അത് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അത് പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കർത്താവ് സാഹചര്യത്തിലും അനുഭവങ്ങളിലും എല്ലാത്തിലും കർത്താവെ, എല്ലാ ചിന്തകളിലും ആ താഴ്മയോടുകൂടി കർത്താവെ ഞങ്ങളായിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങളുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ ബന്ധനത്തിൽ നിന്ന് കർത്താവ് അവിടെ നിന്ന് ഞങ്ങളെ വിടുവിച്ചു കർത്താവെ. ആ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നതിനായി സ്തോത്രം 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 ചെയ്യുന്ന കർത്താവെ. ആ തികഞ്ഞ ബോധ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതെന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ പോകുന്ന വഴികളിൽ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കൂടെ ആയിരിക്കുന്നുവെന്നും കർത്താവ് ഞങ്ങൾക്ക് വിശക്കുമെന്നും കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും കർത്താവെ, അല്ലെങ്കിൽ മുന്നോട്ടുള്ള പാതകളിൽ ഞങ്ങൾ തളർന്നു പോകുമെന്നും കർത്താവെ അവിടെ നിന്ന് അറിയുന്നല്ലോ കർത്താവ്. ഞങ്ങൾ ബലഹീനതകളെ അവിടെ നിന്ന് അറിയുന്നല്ലോ. ഞങ്ങളെ കർത്താവെ ലിമിറ്റേഷൻസ് അങ്ങ് അറിയുന്നു കർത്താവെ. അതിനെ കർത്താവെ, ഹല്ലേലൂയ, അതിനനുസരിച്ച് കർത്താവെ യഹോവയിലെയായി ഞങ്ങളെ നടത്തുവാൻ കർത്താവെ അവിടെ നിന്ന് മതിയായവൻ ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് എല്ലാം ഒരുക്കിയിരിക്കുന്നു എന്ന് കർത്താവെ ഞങ്ങൾ ഓർമ്മിച്ചതിനായി സ്തോത്രം 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 ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അത് പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പലപ്പോഴും കർത്താവ് സ്വന്തം കർത്താവെ ശക്തിയിൽ, സ്വന്തം ബലത്തിൽ കർത്താവെ മറ്റുള്ളവരുടെ ഈ ലോകത്തിന്റെ കർത്താവ് മറ്റു സിസ്റ്റത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് വരാറുണ്ട് കർത്താവെ. അത് ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നു. അതിൽ നിന്ന് മാറി കർത്താവ് സ്വന്തം ബുദ്ധിയിൽ ഊന്നുവാനല്ല, അങ്ങയിൽ തന്നെ ആശ്രയിക്കുവാൻ, അവിടുത്തെ കർത്താവെ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ജ്ഞാനത്തിൽ കർത്താവെ മാത്രം അറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ അതിനു വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഈ റോച്ചസ്റ്ററിൽ കൂടി വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യാത്ര ചെയ്ത് സൗഖ്യത്തോടെ എത്തുവാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. വഴിമുഖ്യമൊന്നും കർത്താവെ പലവിധമായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാമെങ്കിലും കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങളെ അവിടെ നിന്ന് പരിപാലിച്ചു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ദേശത്തിന് വിടുതലിനായി ഞങ്ങൾ കൂടി വരുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മറ്റൊരു അജണ്ടയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദേശത്തിൽ അനേകർ വിടുവിക്കപ്പെടണം, അനേകർ ഈ സത്യ ദൈവത്തെ അറിയണം കർത്താവെ. ഹല്ലേലൂയ. ആ പെർഫെക്റ്റ് സാക്രിഫൈസ് കർത്താവെ അനേകർ മനസ്സിലാക്കണം കർത്താവെ. പാപത്തിന്റെ കെണിയിൽ നിന്ന് അനേകർ കർത്താവ് വീണ്ടെടുക്കപ്പെടണം കർത്താവെ. സ്തോത്രം. ഈ ലോകത്തിന്റെ വഴിയിൽ നിന്ന് മാറി കർത്താവെ, ഹല്ലേലൂയ, അവിടുത്തെ വഴിയിൽ, അങ്ങ് ആകുന്ന വഴിയിൽ നടക്കുവാൻ കർത്താവ് ഈ ദേശത്തെ അവിടെ നിന്ന് വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവ് അവിടെ നിന്ന് വേർതിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവെ ഈ ദേശത്തിൽ അനേകരെ അവിടെ നിന്ന് കണ്ടിരിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവരെ കർത്താവെ ഈ ദിവസങ്ങളിൽ അവരുടെ ഹൃദയങ്ങളോട് അവിടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് അതിനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. ഞങ്ങൾക്ക് ഹല്ലേലൂയ മറ്റൊരാഗ്രഹവുമില്ല. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ കർത്താവെ വളർച്ചയ്ക്കായി അനേകർ കർത്താവെ സഭയിൽ കൂടുവാൻ, പെരുകുവാൻ കർത്താവെ അവിടുന്ന് ഈ ദിവസങ്ങളിൽ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ട്വിൻ സിറ്റീസിന് ഉണർവിനായി പ്രാർത്ഥിക്കുന്നു കർത്താവിനോടുകൂടി. കർത്താവെ സാറ്റലൈറ്റ് സിറ്റീസ് ആയിട്ടുള്ള റോച്ചസ്റ്റർ, മാൻഗേറ്റയും ഡുലൂത്തിനെയും എല്ലാം അലക്സാണ്ട്രിയ, സെയിന്റ് ക്ലൗഡ് എല്ലാം ഘടകങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എല്ലാം അവിടുത്തെ ദൈവപ്രവൃത്തി കാണട്ടെ കർത്താവെ. സ്തോത്രം സ്തോത്രം. അനേകർ അങ്ങയിലേക്ക് ചേർന്ന ദിവസങ്ങളായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. റോച്ചസ്റ്ററിനെ പ്രത്യേകം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. അനേകർ സത്യദൈവത്തെ മനസ്സിലാക്കുവാൻ, അനേകർ ശരിയായുള്ള സൗഖ്യം അറിയുവാൻ കർത്താവെ ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം അർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേട്ടിട്ടുണ്ടോ യേശുവേ പിതാവേ. ഈ ഞായറാഴ്ച ദിവസം കർത്താവെ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ദേശത്ത് ഇങ്ങനെ കൂടി വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ അങ്ങയുടെ നാമത്തിൽ കർത്താവെ കൂടി വന്ന് സത്യത്തിൽ ആത്മാവിലും അങ്ങ് ആരാധിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം ഒരുക്കി തന്നല്ലോ കർത്താവെ. ഞങ്ങൾക്ക് ഈ ദേശത്ത് കർത്താവ് ഇനി ദിവസം വരെ നൽകി തന്നിരിക്കുന്ന ആരാധന സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ.
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ സ്തോത്രം വാഹനമോടിച്ച് ഇവിടെ എത്തിച്ചേരുവാൻ ദൈവയുടെയാക്കിയ കൃപകളെ ഓർത്ത് സ്തോത്രം കർത്താവെ. അപ്പ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിലെ വാഞ്ചയും ആഗ്രഹവും പ്രാർത്ഥനയും ദൈവം അറിയുന്ന കർത്താവെ. മറ്റൊരു ഉദ്ദേശത്തോടെയല്ല ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വരുന്നത്. ഈ ദേശം വിടുവിക്കപ്പെടണം കർത്താവെ സ്തോത്രം. അങ്ങ് ഈ ദേശത്ത് അങ്ങേക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ജീവിതങ്ങള് ഈ ദിവസങ്ങളിൽ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടെന്നിന്റെ വചനം പോലെ കർത്താവെ. അനേകർ ഈ ദിവസങ്ങൾ വെളിച്ചം അന്വേഷിച്ച് അകത്ത് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഈ ദേശത്തൊഴിച്ച കണ്ണുനീര്, ഞങ്ങൾ വിതച്ച വിത്ത് കർത്താവെ സ്തോത്രം. ഞങ്ങൾ സമയം ചെലവഴിച്ച് പ്രാർത്ഥിച്ചതൊന്നും വൃഥാവല്ല ഞങ്ങൾ അറിയുന്നു. ഇന്നലെ നാളെ കർത്താവെ ദേശം വിടുവിക്കപ്പെടുമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ. യഹോവേ അങ്ങ് ഞങ്ങൾ പ്രസാദിക്കുന്നെങ്കിൽ ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക കർത്താവെ. മടുത്തു പോകാതെ ദിവസങ്ങള് സഭയായി കർത്താവെ മുന്നേറുവാൻ, പ്രാർത്ഥനയിൽ പ്രയത്നത്തിൽ ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അപ്പാ സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ വചനം ഈ ദേശത്ത് പറക്കട്ടെ. ശിഷ്യന്മാരെ എണ്ണം ഏറ്റവും പെരുകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേകർ കർത്താവെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി കടന്നു വരുന്ന ഈ സ്ഥലം കർത്താവെ അനേകര കർത്താവെ ആത്മീയ ഉദ്ധാരണത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. ഞങ്ങളുടെ ചെറിയ ആരംഭത്തെ കർത്താവ് തുച്ഛീകരിക്കില്ല ഞങ്ങൾ അറിയുന്ന കർത്താവെ. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാറ്റിനും ഉപരിയായി വേണ്ടത് കർത്താവ്. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പ ഈ പ്രവർത്തനത്തിന് കർത്താവെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദാസന്മാരെ സഹായിക്കണമേ. അവരുടെ മനസ്സും അടുത്തു പോകുവാൻ നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നെഹമ്യാവും കൂട്ടവരും അതിന് പടിയായി ആരംഭിച്ചപ്പോൾ കർത്താവെ പരിഹസിച്ചവരുണ്ട്. ആമേൻ. ധൈര്യം ക്ഷയിപ്പിക്കാൻ കർത്താവെ ശ്രമിച്ചവരൊക്കെ ഉണ്ട് കർത്താവെ. എന്നാൽ ജനം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ കർത്താവെ തുച്ഛം ചില ദിവസങ്ങൾ മതിൽപ്പനി കർത്താവെ തീർക്കുവാൻ സാധിച്ച പോലെ ഈ ദിവസങ്ങൾ ക്ഷണത്തിൽ ചിലർ നടക്കുന്ന പോലെ കർത്താവെ ദേശത്ത് കർത്താവ് ഞങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ ഈ രാത്രി ഇവിടെ ഉയർത്തുമ്പോൾ, പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവവചനം ഇവിടെ ഘോഷിക്കപ്പെടുമ്പോൾ കർത്താവെ ഇവിടുത്തെ ആത്മീയ അന്തരീക്ഷത്തിന് ഒരു വ്യതിയാനം, ആമേൻ, ഒരു ബ്രേക്ക് ത്രൂ കർത്താവ് നൽകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അപ്പ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേശത്ത് പാർക്കുന്ന അധികാരനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. എന്റെ ദൈവ ഉദ്ദേശം കൂടാതെ ആരെയും എങ്ങും അയക്കാത്ത ദൈവമെങ്കില് കർത്താവെ സ്തോത്രം. നീ അവരെ ഈ രാജ്യത്ത് കൊണ്ടുവന്നു ഇവിടെ ആക്കിയെങ്കിൽ കർത്താവെ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് അവരെ നീ കാരണമാക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിത്തെ ഞങ്ങളെ കൂടി വരണ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാ രീതിയിലും ദൈവനാമം ഞങ്ങൾ കൂടെ മഹത്വം എടുക്കുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പ ഈ ദേശത്ത് ഈ ദിവസങ്ങൾ നടക്കുന്ന ഉപവാസം പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഓരോ പീപ്പിൾ ഗ്രൂപ്പ്സിനെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുക കർത്താവെ. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഈ ദിവസങ്ങൾ ചില ദൈവപ്രവൃത്തികൾ കാണുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമെങ്കിൽ അടുത്ത മാസം ആദ്യം നടക്കുന്ന ഔട്ട്റീച്ച് ഇവന്റിനെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന്റെ നെഗറ്റീവ് ലേബിൾ മാറി കർത്താവെ ഒരു റിവൈവൽ ക്യാപിറ്റൽ ഓഫ് അമേരിക്കയായി കർത്താവെ മിനസോട്ട മാറുവാൻ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പ സ്തോത്രം. മാനുഷിക പ്രവൃത്തിക്ക് അപ്പുറമായി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഞങ്ങൾ കാണുവാനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളെ വിശ്വാസത്തോടെ ഞങ്ങൾ ഏൽപ്പിക്കുക. സകല കാര്യങ്ങളും ദൈവം സഹായിക്കണം. മാനം മഹത്വം അങ്ങേക്ക് മാത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. നമുക്ക് ചില പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യാം. പാട്ടുകൾ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർ മുന്നോട്ട് കടന്നു വരാം. ഒന്നിച്ച് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാം. Blessed be your name in the land that is plentiful, where your streams of abundance flow. Blessed be your name. Blessed be your name. I'm found in the desert place. Though I walk through the wilderness, blessed be your name. Every blessing you pour out
be your name. Every blessing You pour out now, turn back to praise. When the darkness closes in low, still I would say, blessed be the name of the Lord. Blessed be your name. Blessed be the name of the Lord. Blessed be your glorious name. give and take away. You give and take away. My heart could choose to say, Lord, blessed be your name. You give and take away. You give and take away. My heart could choose to say, Lord, blessed be your name. Every blessing You pour out now, turn back to praise. When the darkness closes in, Lord, still I will say, blessed be the name of the Lord. Blessed be your name. Blessed be the name of the Lord. Blessed be your glorious name. blessed be the Name of the Lord. Blessed be your name. Blessed be the name of the Lord. Blessed be your glorious name. Amen. Thank you, Jesus. ആരാധിക്കാം പരിശുദ്ധരെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധരെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും
യേശുനാമം വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം വല്ലഭനാം യേശുവേ Hallelujah, hallelujah. Thank you, Father. Thank you, Jesus. Thank you, Jesus. We worship you, Master. Hallelujah. വീതിച്ചിടുക നാം സ്വർഗ്ഗത്തിന്റെ വീട്ടാം ക്രിസ്ത്യൻ സുവിശേഷം ഹൃദയങ്ങളിൽ ആത്മമായി പെയ്യും ദൈവം കൃപ ചെയ്യും തരും കൊയ്ത്തിനെയും തക്ക കാലത്തിൽ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടും കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടും വീതിച്ചിടുക നാം സ്നേഹത്തിന്റെ ഭാരം ഒരു നാളും വ്യർത്ഥം അല്ലാതെയാൽ എന്നും പ്രാപിച്ചിടും വേലയിൽ നിന്നീടും വിത്തുകളുടെ ചേരും കണ്ണുനീരിനാൽ
As we stand, I request you to turn to Psalm 8. We will read Psalm 8 together. 8-ാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. Psalm 8 we will read together. O Lord, how majestic is your name in all the earth. You have set your glory above the heavens. From the mouths of infants and nursing babies, you have established us on account of your adversaries, to silence the enemy and the avenger. When I observe your heavens, the work of your fingers, the moon and the stars, which you have set in place. What is man that you are mindful of him, and the son of man that you care for? That you have made him a little lower than the heavenly beings, and crowned him with glory and honor. You have gave him dominion over the works of your hands. You have put all things under his feet, all sheep and oxen, and also the beasts of the field, the birds of the heavens and the fish of the sea, whatever passes along the paths of the seas. O Lord, how majestic is your name in all the earth. Thank the Lord for his verses. Hallelujah. Hallelujah. Praise God. You may be seated. ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ MCA സിസ്റ്ററിൻ്റെ 7ാമത്തെ മീറ്റിംഗിലേക്ക് വീണ്ടും കടന്നു വരുവാൻ നമുക്ക് ഇടയായല്ലോ. ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കായും സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. Thank and praise my Lord for one more opportunity to come to this city and lift up the name of our Lord high. The psalm we read today, Psalm 8, I will focus on only verse 3 and 4, then I will conclude. 3-4 വാക്യങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 3-ാം വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്: നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. It's my imagination. When the psalmist, he was outside, he was looking at the sun, the moon, the stars, and he was trying to comprehend the majesty of everything, all the system. And he compared all those things against himself. How tiny is a human being compared to all those solar system. Can you bring that PowerPoint? Just to give you a glimpse of what the solar system, the majesty of it, just I will show you a small PowerPoint just to give you an idea how majestic is the solar system when you compare the earth and us. So in Psalm 147:4 it says, He determines the number of stars and called them each by name. ഇവിടെ പറയുകയാണ്, നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു ദൈവം. He count the stars. Scientists, they tried to count it. And they said, just in Milky Way, our galaxy, it's between 100 and 400 billion. The count is between, and they don't even know. It's like a rough estimate. So even with all the latest technology, the scientists, they cannot count them. But the verse it says, He count the star. ദൈവത്തിനോട് ചോദിച്ചാൽ കണക്കിപ്പോൾ കറക്റ്റായിട്ട് പറയും. മാത്രമല്ല, also it says, He calls them by name. അതിനൊക്കെ പേരോടെ ഇട്ടിരിക്കുകയാണ്. 4 പിള്ളേരുണ്ട്, അവർക്ക് പേരിടാനുള്ള പാഠം നമുക്കറിയാം. നെയിംസ് ഡേറ്റാബേസ് നോക്കി ഇത് ഇത്രയും സ്റ്റാറിന് പേരിട്ട് ആലോചിച്ച് നോക്കണം ദൈവത്തിന്റെ ആ മജസ്റ്റി.
ചില സ്റ്റാറിൻ്റെ ഒക്കെ പേര് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ ഓക്കെ, ഒന്നുകൂടെ. യോവൻ പുസ്തകത്തിൽ 3 സ്റ്റാറിന്റെ പേരുണ്ട്. സപ്തർഷി, മകയിരം, കാർത്തിക. Okay, anyway, that is how the majesty of God. We can go to the next. So, if we compare ourselves, the Earth, just compare the Earth with the other planets. How is it? It's small. Very small, right? So the radius of Earth is about 4,000 miles. But look at Jupiter, 43,000. That is the radius. Now go to the next one. Now you think Jupiter is super, right? Now compare Sun with the Jupiter. Wow. Jupiter is 43,000 versus Sun is 432,000 is the radius. Now you think Sun is the superstar, right? No. Go to the next one. Now look at Sun. Where is Sun? On the side, there is a guy called Arcturus. 432,350 miles is the radius of that star. Now you think this guy is super, no? No. Go to the next one. There is something called another star called Antares, and the radius is 381,000. 3,081,000. 381 million is the radius of that. So I stopped after that point. I'm sure there will be even more. So now with all the latest technology, we know all these things. But the psalmist, when he wrote Psalm 8, he had no idea about all these things. He just looked at the sky and he behold the majesty of that. സംഗീതക്കാരൻ പറയുകയാണ്, നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ all these things മർത്യനെ നീ ഓർക്കേണ്ടതിന് ആഗ്രഹിക്കുന്നു. ഈ സന്ധ്യയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. കാരണം ഇതിനെയൊക്കെ നിർമ്മിച്ച അതേ ദൈവം മർത്യനെ ഓർക്കുന്നു, എന്നെ ഓർക്കുന്നു. അതിൻ്റെ പേര് വിളിക്കുന്നത് പോലെ നമ്മുടെയും പേരുകൾ വിളിക്കുന്നു. ഒഴിവായ യാക്കോവെ അല്ലേ എന്ന് വിളിച്ച് ഇസ്രായേൽ യാക്കോവിനെ പേര് പറഞ്ഞ് വിളിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള കരുതൽ ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ദൈവം അത്ര മഹാൻ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം ചെയ്ത നന്മകളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ മാഹാത്മ്യത്തെ ഓർത്തുകൊണ്ട് വേണം നാം സ്തുതിക്കുക. നമ്മുടെ ആരാധനയുടെ പ്രധാന ഫോക്കൽ പോയിന്റ് അതായിരിക്കണം, ദൈവത്തിൻ്റെ മാഹാത്മ്യം. എത്ര വലിയവനാണ് നമ്മുടെ ദൈവം. എന്നാൽ എത്ര വലിയവനായ ദൈവം അതേസമയം ഈ പൊടിയായ മനുഷ്യനെ ദൈവം നമ്മളെ ഓർക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഞാൻ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. തുടർന്ന് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റുകളോ അതല്ലെങ്കിൽ റോച്ചസ്റ്റിനെ പറ്റി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്തെങ്കിലും സംസാരിച്ചതെങ്കിൽ ദർശനങ്ങൾ തന്നെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാൻ സമയമുണ്ട്. എനിബഡി? ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പ്രിപ്പയർഡായിട്ട് വരണം. അവസരം കിട്ടുമ്പോൾ ദൈവം, ഞാൻ റോച്ചസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പറ്റണം, റെഡി ആയിട്ട് വരണം. എൻ്റെ ഹോം ചർച്ചിൽ ഒരു സാക്ഷ്യത്തിന് സമയത്ത് ഒരാൾ ദർശനം കണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ ദർശനം ഇങ്ങനെയായിരുന്നു, ഒരു കട്ട ഉണക്കമീൻ. അങ്ങനത്തെ ദർശനങ്ങളല്ല, നല്ല ആത്മാക്കളെ കുറിച്ചുള്ള ദർശനങ്ങൾ. അങ്ങനെ എന്തെങ്കിലും ദർശനങ്ങളൊക്കെ തരണേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള വൈറസ് അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ അജയ ബ്രദറെ പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിനോട് സ്തുതിക്കുന്ന എന്നുള്ള സമയത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. ഞായറാഴ്ച വൈകുന്നേരം ദിവസങ്ങളിൽ കടന്നു വരുവാനും കർത്താവെ ചുറ്റും ഇവിടെ ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരം ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കടന്നു വന്ന എല്ലാവരും ദൈവം സമർപ്പിക്കുന്നു. ദിവസം ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവെ ദൈവാസം കൂടി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തോന്നുന്നു. കർത്താവ് ദൈവാത്മാ ഞങ്ങളെ കേൾപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളദാസനെ സമർപ്പിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവെ തിരുക്കൃപയ്ക്ക് ഞങ്ങളദാസനെ മറിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു എല്ലാവരും അനുഗ്രഹ പ്രാവശ്യം മടങ്ങിപ്പോകാതെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ. So now we are going to listen from the word. Let Pastor to come forward. Pastor will be sharing from the word.
Praise the Lord. Hallelujah. ഈ നല്ല രാത്രിക്കായി സ്തോത്രം. I want to greet you all once again in the blessed name of our Lord and Savior Jesus Christ. Praise God. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയല്ലോ. ഒരിക്കൽ കൂടെ റോച്ചസ്റ്ററിൽ കൂടി വന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്താനും കർത്താവ് അവസരം ഒരുക്കി. I thank and praise God for this wonderful time. ഫിനി ബ്രദർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും കൂടെ ഞാനൊന്ന് എടുത്ത് പറയാം. He was talking about how vast is this universe. ഈ നമ്മുടെ യൂണിവേഴ്സ് എത്ര വലുതാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയെക്കാട്ടിലും വലുതാണ് ജുപ്പിറ്ററിനേക്കാളും വലുതാണ് സൺ. അതിൻ്റെ മുമ്പോട്ട് പോയ പേരുകളൊന്നും എനിക്കറിയത്തില്ല. ഡോണ്ട് നോ വാട്ട് വർ ദി അതർ തിങ്സ്. ചുരുക്കി പറഞ്ഞാൽ there are a lot of big things. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. one thing we have to realize, ഇതെല്ലാം സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ വലുപ്പം എത്ര ആയിരിക്കും, അപ്പോൾ തന്നെ ആ ദൈവം എന്നെയും നിന്നെയും അറിയുന്നു. Hallelujah. എത്ര പേർക്ക് മനസ്സിലായി? How many of you understood that? Hallelujah. How great is the God who created all the things we saw on the screen. He has to be somebody who is greater and majestic. നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു വലിയ വലുപ്പം അല്ലെങ്കിൽ വലിയ മഹത്വം ആ ദൈവത്തിനുണ്ട്. അതിനെക്കാട്ടിലും ആശ്ചര്യപ്പെടുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ നമ്മളെ ഓരോരുത്തരെയും അറിയുന്നു. He knows everyone. Hallelujah. അത് നമ്മുടെ ലൈഫിൽ ഒരു വലിയ ആശ്വാസത്തിന് കാരണമായി തീരട്ടെ. അതുകൊണ്ടാണല്ലോ നമ്മൾ കൂരിൽ താഴേക്കുള്ള നടന്നാലും അവൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. He is there with me all the time. Hallelujah. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ നമ്മെ നന്നായി അറിയുന്ന ഒരു കർത്താവിന്റെ പാദപീഠത്തിലാണ് നാം വന്നിരിക്കുന്നത്. We have come to the presence of a God who knows everything about us. രണ്ടാമത് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത് കർത്താവിന്റെ ദാസൻ അതങ്ങ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയാം. അദ്ദേഹം പറഞ്ഞു, റോച്ചസിനെ പറ്റി പ്രാർത്ഥിച്ചെന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം പറയാൻ പറഞ്ഞു. ആരും എഴുന്നേറ്റില്ല. അപ്പൊ അതിനകത്ത് രണ്ട് വിഷയമുണ്ട്. ഒന്നെങ്കിൽ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവ നിയോഗങ്ങൾ തരുന്നില്ല. റൈറ്റ്? അപ്പൊ ഇതിലേതായിരിക്കും ശരി? ഇതിലേതാ ശരി? ഒരാളെ കേൾക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ചോദിക്കണം. രണ്ടാമത് വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ ഞാനും കൂടെ എൻകറേജ് ചെയ്യുവാണ്, നിങ്ങൾ ഈ ഒരു മാസം എപ്പോഴേലും ഇച്ചിരി സമയമൊക്കെ ഒന്ന് എടുത്ത് റോച്ചസിന് വേണ്ടി പ്രാർത്ഥിക്കണം. പറയണം, കർത്താവേ അങ്ങക്ക് എന്താണ് ഇടപെടാനുള്ളത്. അപ്പോൾ ദൈവാത്മാവ് സംസാരിച്ചാൽ അടുത്ത പ്രാവശ്യം പറയാം. പക്ഷേ പണ്ടൊരമ്മച്ചിക്ക് ഒരു ദർശനം കിട്ടിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരമ്മച്ചി പറഞ്ഞു, ഞാനൊരു ചക്ക കണ്ടു. ചക്കയൊക്കെ അടുത്ത് വ്യാഖ്യാനം പറയാൻ തുടങ്ങി. വ്യാഖ്യാനം പറഞ്ഞ് അവസാനം വിശ്വാസികളെല്ലാം എന്താണ് ചൊളയായി. പിന്നെ അങ്ങനെ പല അവസാനം പാസ്റ്റ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എന്താണ് അമ്മച്ചി ചക്കയും കൊണ്ട് അവിടെ ഇരുന്നാട്ടെന്ന് പറയേണ്ട വന്നു. അപ്പോൾ നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നവരല്ല, നിങ്ങളൊക്കെ വളരെ മാന്യരാണ്. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. പറഞ്ഞ ആ കാര്യത്തെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്താൽ ദൈവത്തിൻ്റെ ശബ്ദം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ദൈവത്തിൻ്റെ നിയോഗം എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് എപ്പോഴും ഒരു ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ തുറന്നിരിക്കണം. നമ്മുടെ മനസ്സ് എപ്പോഴും തുറന്നിരിക്കണം. വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടിന് വേണ്ടി നമ്മുടെ ഹൃദയം എന്ത് ചെയ്തിരിക്കണം? തുറന്നിരിക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെ തുറന്നിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നത്? സംസാരിക്കും. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതികൂലത്തെയും ഫേസ് ചെയ്യാൻ പറ്റും. എത്ര ഡിസ്കറേജിങ് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ വന്നാലും അതിനെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ നമുക്ക് ബാക്കപ്പ് ആയിട്ടുള്ളത് ദൈവത്തിന്റെ ശബ്ദമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ദ വേർഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ
ദൈവത്തിന്റെ ഒരു അരുളപ്പാടായിരിക്കണം നമുക്ക് ബാക്കപ്പായിട്ട് നമ്മുടെ ലൈഫിൽ ആവശ്യമായിരിക്കണം. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഞാനത് പറയുന്നത് ദൈവത്തിന്റെ ഇടപെടൽ. ഇന്ന് വൈകിട്ട് നമ്മളിവിടെ പാട്ട് പാടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ വ്യക്തമായിട്ട് ഒരു ഇടപെടൽ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചു. ഹല്ലേലൂയ. ഞാൻ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലെ ഒരു ശുശ്രൂഷയുടെ ഒരു വിഷയത്തെ പറ്റി പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പെട്ടെന്നൊരു വചനപ്രകാശനം തരികയുണ്ടായി. അപ്പോൾ നമ്മൾ ഏത് നേരത്ത് എപ്പോഴാണെന്ന് അറിയത്തില്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ പെട്ടെന്ന് ഡയറി എടുത്ത് അത് എഴുതി വെച്ചു. ഹല്ലേലൂയ. ആ സമയമാകുമ്പോൾ ആ ഒരു സന്ദേശമായിരിക്കും അതിപ്പോ ഇന്ന് ഇവിടെ വൈകിട്ട് വന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആ കൊയ്ത്ത് കാലത്തിൽ നാം സന്തോഷിക്കുമെന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ ഒരു ശക്തമായ ഇടപെടല. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏത് നേരത്തും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ ഒരു ആലോചനയ്ക്ക് വേണ്ടി നമ്മുടെ കാതുകൾ എപ്പോഴും തുറന്നിരിക്കണം, നമ്മുടെ മനസ്സ് തുറന്നിരിക്കണം. ഹല്ലേലൂയ. അതിന് നമ്മൾ ഒരു പ്രത്യേക മുറിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, വണ്ടി ഓടിക്കുമ്പോഴും ദൈവത്തിന് സംസാരിക്കാൻ പറ്റും, ഒരു സർവീസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ വരുമ്പോൾ ദൈവത്തിന് സംസാരിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ എപ്പോഴും നമ്മൾ റെഡി ആണെങ്കിൽ കർത്താവിന് നമ്മളോട് ഇടപെടാനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മടുത്തു പോകാതെ ഹല്ലേലൂയ ഒരു ഉണർവോടെ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തിയെ 4-ാം അധ്യായം അതിന്റെ 36-37 വാക്യങ്ങൾ വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 4 verses 36 to 37. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. I want to read that in English. It says, Joseph, a Levite from Cyprus by birth, the one the apostle called Barnabas, which is translated son of encouragement, sold a field he owned, brought the money and laid it at the apostles' feet. വായിച്ചാട്ടെ. പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രോസ് ദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയില് ഒരല്പസമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബ്രിഡ്ജ് ബിൽഡേഴ്സ് എന്നുള്ളൊരു വിഷയമാണ്. ബ്രിഡ്ജ് ബിൽഡേഴ്സ്, പാലം പണിയുന്നവർ. പാലം പണിയുന്നവർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ തീരുമാനം അത് ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റും. അത് പോസിറ്റീവ് തീരുമാനങ്ങളായിരിക്കാം. ഇറ്റ് കുഡ് ബി പോസിറ്റീവ് ഡിസിഷൻസ് ഓർ ഇറ്റ് കുഡ് ബി നെഗറ്റീവ് ഡിസിഷൻസ്. എ സ്മോൾ ഡിസിഷൻ ക്യാൻ ഹാവ് എ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട്. ഒരു ചെറിയ തീരുമാനം ഒരു ദീർഘ കാലഘട്ടത്തിലേക്കുള്ള ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിലെ വ്യക്തമായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എടുത്ത ചില തീരുമാനങ്ങൾ അത് നാളുകൾ നിലനിൽക്കുന്ന ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില ഡിസിഷൻസ്, ചില സ്റ്റെപ്സ് അത് ഒരു ലോങ് ലാസ്റ്റിംഗ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവമക്കളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് they should be bridge builders. പക്ഷെ പിശാച് ആഗ്രഹിക്കുന്നത് we should be breakers. Builders or breakers. ബ്രേക്ക് ചെയ്യാൻ അധികം എഫേർട്ട് എടുക്കേണ്ട കാര്യം ഇല്ല, ബിൽഡ് ചെയ്യാൻ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ട വരും. ഒരു ദൈവസഭ, let's say a church, if you want to just break a church, it doesn't take a long time. There is a lot of simple things we can do. But to maintain the unity of a church, it takes a lot of effort. അതുപോലെ തന്നെയാണ് നമ്മുടെ റെപ്യൂട്ടേഷൻ, നമ്മുടെ ക്യാരക്ടർ, നമ്മൾക്ക് മറ്റുള്ളവരെ നമ്മളെ പറ്റിയുള്ള അഭിപ്രായം. 50 വർഷം പണിത് കൊണ്ടുവന്ന ഒരു റെപ്യൂട്ടേഷൻ ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തകർക്കാൻ പറ്റും. പക്ഷെ ഒരു ദിവസം കൊണ്ട് പണിതെടുക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇറ്റ് ടേക്സ് ലോങ് ടൈം. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നമ്മൾ, the people of God, the decisions we take has to be taken very carefully. അത് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ. കാരണം ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം
നമ്മളെ പറ്റി ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ലോകത്തിന്റെ ദൃഷ്ടിയിൽ അത് യോഗ്യമായതാകണമെന്നില്ല. മാനുഷിക ബുദ്ധിയിൽ, in our wisdom, in the human wisdom, it may not be very appealing, it may not be logical, it will not make much sense, but at the same time it will have lot of influence. അതുകൊണ്ടാണ് ഈ ഞാൻ സാധാരണ മറ്റുള്ളവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗോഡ്സ് എക്കണോമിയെ പറ്റി നമുക്ക് നമ്മുടെ എക്കണോമിക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. റൈറ്റ്? വി cannot do it. But whether we will be a builder or a breaker depends upon how much we are embedded into the kingdom perspective or kingdom mentality. ദൈവരാജ്യത്തിന്റെ ചിന്ത നമ്മുടെ അകത്ത് എത്ര ആഴത്തിലുണ്ട്, അത് ആയിരിക്കും നമ്മൾ പണിയുന്നവരാണോ തകർക്കുന്നവരാണോ എന്നുള്ളതിന്റെ ഔട്ട്കം വരുന്നത്. ഇന്ന് രാത്രിയില് വായിച്ചപ്പോൾ നമ്മളൊരു വ്യക്തിയെ പറ്റി വായിച്ചു. ആ വ്യക്തിയുടെ പേരെന്താണ്? ഭർണ്ണബാസ്. ഞാൻ ഒരു ഒഫീഷ്യൽ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്, നമ്മുടെ കോൺഫറൻസിൽ നിന്നുകൊണ്ട് നമുക്ക് ജോസങ്ങളിനെ മുമ്പോട്ടൊന്ന് വിളിക്കണം. അപ്പം ഞാൻ എങ്ങനെയായിരിക്കും പുള്ളിയുടെ പേര് പറയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ബ്രദർ വർഗീസ് കുന്നക്കൽ. ഞാൻ നടന്ന് പറയാം, കൊച്ചു ജോസങ്ങൾ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങള് വരൂ. പക്ഷെ നിങ്ങളെല്ലാം പറയും പാസ്റ്റർക്ക് ഒരു മാന്യത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാല്, ഈ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു വലിയ കഴിവുണ്ട്. എന്താണെന്നറിയാമോ? ഇരട്ടപ്പേര് കൊടുക്കുക. ഇരട്ടപ്പേര് നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? അപ്പൊ ഒരെണ്ണത്തിൽ ചെന്നപ്പം ഒരാൾ പറഞ്ഞു ബാബു. അപ്പൊ അടുത്ത ആൾ ചോദിച്ചു, ഏത് ബാബു? താടി ബാബു ആണോ, പിന്നെ മൈക്കി ബാബു? കുറെ ബാബു. അത് നമ്മളെന്താണെന്നറിയാം, ഒത്തിരി പേരുകൾ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഇരട്ട പേരിടും. ഞാനൊരു ഇടാറില്ല, തന്നെ ഉണ്ട്, പലർക്കും ഉണ്ട്. അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം കൂടെ ഉണ്ട്. കാരണം സെയിം പേരുള്ളപ്പോൾ ലൈവ് റെക്കോർഡിംഗ് ഇടുന്നതായിട്ട് ഞാൻ കുറെ പേരുകൾ എന്റെ മനസ്സിൽ വരുന്നത് ഒന്നും പറയുന്നില്ല. ഇപ്പം എനിക്കറിയാവുന്ന ഓക്കെ, അത് അവർ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്കറിയാവുന്ന ഒരു മോൻസി എന്ന് പേരുള്ള 2-3 പേരുണ്ട്. അതില് ഒരാളെ പറയുന്ന ബദേൽ മോൻസി, ഒരാളുടെ പേര് എവറസ്റ്റ് മോൻസി, എസ്റ്റേറ്റ്. അപ്പം ഞാൻ ആരോട് ചോദിച്ചത് ഈ പുള്ളിയുടെ പേര് അങ്ങനെ വന്നത്, നീ എസ്റ്റേറ്റ്, പുള്ളി എസ്റ്റേറ്റ് മുതലാളി വല്ലതും ആയിരുന്നു. ഒരാൾ പറഞ്ഞ അല്ല, പുള്ളിയുടെ വീട്ടുപേര് തോട്ടത്തിലാ. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ എപ്പോഴേലും ഈ മെസ്സേജ് കേട്ടാൽ ക്ഷമിക്കണേ, ഞാനിത് ഒരു പോയിന്റ് വെക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമുക്കറിയാവുന്ന നമ്മുടെ കുഴപ്പമില്ലാത്ത ആളാ. അപ്പം നമ്മളിങ്ങനെ പേരുകൾ കൊടുക്കും. പക്ഷേ ഈ പേരുകൾ കൊടുക്കുന്നപ്പോൾ അതിന് മിക്കവാറും ഒരു അർത്ഥം വെച്ചാ കൊടുക്കുന്നത്. സം റീസൺ മേ ബി ദർ. അപ്പോൾ ഈ ബർണ്ണബാസ് നമ്മൾ അറിയപ്പെടുന്ന ഈ വ്യക്തി ഒരുപക്ഷെ പൗലോസിന്റെ അത്രയും വലിയൊരു, നമ്മളാരും, നിങ്ങളൊരു ജീവിതത്തിൽ ഒരു 500 പ്രസംഗം പൗലോസിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ ബർണ്ണബാസിനെ പറ്റി എത്ര കേട്ടിട്ടുണ്ട്? അതും ഈ ചർച്ചയിൽ കുറെ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബർണ്ണബാസിനെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ സാധാരണ നിലയിൽ, കാരണം അതിനൊരു കാരണം കൊണ്ടുണ്ട് ബർണ്ണബാസിനെ ഞാൻ കൊണ്ടുവരാൻ. എന്നെ ഈ ആന്റിയോക്ക് ചർച്ച് എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത ബിബ്ലിക്കലി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യെരുശലേമിനേക്കാളും എനിക്കിഷ്ടം അന്ത്യോക്യ സഭ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പൗലോസിനെക്കാട്ടിലും എനിക്കിഷ്ടം പത്രോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പൗലോസിനോട് വേറെ പ്രയാസം ഒന്നായിട്ടൊന്നുമല്ല, ഈ പത്രോസിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിയാട്ടം ഒക്കെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ് അങ്ങനെ. അപ്പോൾ ബർണ്ണബാസിനെ എനിക്ക് വളരെ, കാരണം അന്ത്യോക്യ സഭ വളരെ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ചർച്ച് ബൈബിളിൽ ഉള്ളത് കൊണ്ട് ഞാൻ ബർണ്ണബാസിനെ ഒത്തിരി അതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തേക്ക് നമുക്ക് കടക്കാം. ഇതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, one thing we have to understand here is Barnabas actually was not very famous. He was famous but not like Paul. പൗലോസിനെ പോലെ ഫേമസ് അല്ലായിരുന്നു. പക്ഷേ there was a time in history where Barnabas was greater in spiritual sense than Saul or Paul. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ ആക്ച്വൽ പേര് എന്താണ്? നമ്മൾ വർഗീസ് കുന്നക്കൽ എന്ന് പറഞ്ഞ പോലെ
ജോസഫ് ആണ് ഇദ്ദേഹത്തിന്റെ ആക്ച്വൽ പേര്. ഇദ്ദേഹത്തിന്റെ ആക്ച്വൽ പേര് ബർണബാസ്. പിന്നെ ഈ ബർണബാസ് എന്ന പേര് എവിടുന്ന് കിട്ടി? നിക്നെയിമാ. മലയാളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രബോധനപുത്രൻ എന്ന് പറഞ്ഞാൽ ആര് കൊടുത്തു ഈ പേര്? മറുപേര് വിളിച്ചു. ചായക്കടക്കാരനോ വെളിയിലുള്ളവരോ വല്ലതും പുള്ളിയെ ബർണബാസ് എന്ന് വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഇത് അപ്പോസ്തോലന്മാര് പുള്ളിക്ക് ഒരു നിക്നെയിം കൊടുത്തു. അപ്പൊ അപ്പോസ്തോലന്മാർ നിക്നെയിം കൊടുത്തെങ്കിൽ അതിനകത്ത് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ. അല്ല ചുമ്മാ കയറി പറയുമോ? നമ്മൾ അപ്പോസ്തോലനൊന്നും അല്ലേ പോലെ ഞാൻ നിങ്ങളെ ആരെങ്കിലും ഇരട്ടപ്പേര് വിളിച്ചെന്ന് അറിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ എന്തോ ചെയ്യും? നിങ്ങൾ പറയാം എന്നാലും പാസ്റ്ററിന്റെ. പക്ഷെ ഇവിടെ അപ്പോസ്തോലന്മാരുടെ നേരെ യെരൂശലേം സഭയിലെ സംഭവമാണ്. പത്രോസ് അതിൻ്റെ അകത്തുണ്ട്, ബാക്കി യാക്കോബ് അപ്പോസ്തലനുണ്ട്. ഇവരെല്ലാം കൂടെ കൂടി യോസേഫിന് കൊടുത്ത ഒരു പേരാണ് എന്ത്? ബർണബാസ്. ബർണബാസ് എന്ന് പറയുന്ന പേരിന്റെ അറാമിക് ഭാഷയിൽ 2 വേർഡിന്റെ കോമ്പിനേഷൻ ആണ് ബർണബാസ്. ഒന്ന് ബാർ നബാസ്, 2 വേർഡ്, ബാറും നബാസും. ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൺ, നബാസ് എന്ന് പറഞ്ഞാൽ അതിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് പ്രോഫസി, എൻകറേജ്മെന്റ് ഓർ കംഫർട്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു അവിടെ നമുക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ വെച്ച് മനസ്സിലാക്കുമ്പോൾ ഹി വാസ് എ മാൻ ഓഫ് എൻകറേജ്മെന്റ് ആൻഡ് കംഫർട്ട്, നബാസ്. അപ്പം ബാർ സൺ, സൺ ഓഫ് എൻകറേജ്മെന്റ്. ഇപ്പൊ മനസ്സിലായോ എന്താ അതിന്റെ വ്യാഖ്യാനം അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന്? സൺ ഓഫ് എൻകറേജ്മെന്റ്. ബിക്കോസ് ഇൻ അറമിക് ഹിസ് നെയിം വാസ് ബാർ നമാസ്, ബർണബാസ്. നമ്മൾ ബർണബാസ് എന്ന് പറയുന്ന ആള് സൺ ഓഫ് എൻകറേജ്മെന്റ്. അപ്പോൾ അപ്പോസ്തലന്മാർ ഇങ്ങനെ പുള്ളിക്ക് പേര് കൊടുക്കണമെങ്കിൽ അതിനകത്ത് കാര്യമായ കാരണമുണ്ട്. റൈറ്റ്? കാര്യമായ കാരണമുണ്ട്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം പുള്ളിയുടെ സ്ഥലമെല്ലാം വിറ്റ്. അപ്പൊ അത് പുള്ളി മാത്രമല്ല, പലരും അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ ഡിഡ് ദാറ്റ്. പക്ഷെ ഇദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹത്തിന് ഒരു പേര് ലഭിച്ചു. കാരണം തന്റെ ജീവിതത്തിന്റെ ശൈലി കണ്ടിട്ട് അപ്പോസ്തലന്മാർ ഇട്ട പേരാണ് ബർണബാസ്. പറഞ്ഞാൽ സൺ ഓഫ് എൻകറേജ്മെന്റ്. Now, encouragement opens doors for ministry. നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സ്വഭാവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് നമ്മുടെ ശുശ്രൂഷയ്ക്കല്ല, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഒത്തിരി വാതിലുകൾ തുറക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ബർണബാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒത്തിരി ജനറസ് ആയിരുന്നു. ഏത് വിഷയത്തിലെന്നറിയാമോ? എൻകറേജിങ് വിഷയത്തിൽ. ഞാൻ അതിനെങ്ങനെയാണ്, ഹി വാസ് എ ജനറസ് എൻകറേജർ ഫോർ മിഷൻസ്. അദ്ദേഹം ദൈവവേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുകയായിരുന്നു? മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ഒരു അനുഭവം. നമുക്ക് റിയലി ഒരാളെ എൻകറേജ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രൈമറി ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ പ്രൈമറി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമേ വി ഹാവ് ടു ലെറ്റ് ഗോ. ലെറ്റ് ഗോ. ലെറ്റ് ഗോ. എന്താണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്? എന്താണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്? നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് 2 കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന്, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 2, മറ്റുള്ളവരേക്ക് ഒരു അനുഗ്രഹവും മറ്റുള്ളവരുടെ നന്മ കാണാൻ നമുക്ക് പറ്റത്തുള്ളൂ. We can only see the good in others, or we can hope for a good in others, and also we can give the full glory to God only if we are willing to let us go. Let us go. Let us go. ഞാൻ ആഫ്റ്റർ ഐ കെയിം ബാക്ക്, ഇപ്പം ഈ ജൂലൈ 2 വർഷത്തെ ലീഡർഷിപ്പ് റോൾ തീരാൻ പോവുകയാണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ 2 വർഷം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചതിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, ലോട്ട് ഓഫ് ടൈംസ് പീപ്പിൾ ആർ നോട്ട് ലൈക് മിനിസ്ട്രീസ് ആർ സ്റ്റക്ക്, ലൈഫ് ഈസ് സ്റ്റക്ക് ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് വില്ലിംഗ് ടു ലെറ്റ് തിങ്സ് ഗോ. എന്ത് ചെയ്യാൻ അവർക്ക് തയ്യാറല്ല. they are not willing to let things go. They want to hold on to things. അത് പല ആംഗിളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. We can look at from different angles. ചിലപ്പോൾ ലൈഫിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ചാലഞ്ചസ് ആയിരിക്കാം, ചിലപ്പോൾ ചില ഗ്രീവിയൻസസ് ആയിരിക്കാം, ഹേർട്ട്ഫുൾനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് വേറെ മിനിസ്ട്രി പരമായി ചിന്തിച്ചാൽ പല കാര്യങ്ങളായിരിക്കാം. But many times when we are not willing to let it go, what will happen? It will stay with us. It will stay with us. അപ്പൊ നമുക്ക് എനിക്ക് എന്തൊക്കെയോ അറിയാം, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ അറിയാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കുക. കാരണം എന്ന് പറയാം, അടുത്തൊരു തലത്തിലേക്ക് ദൈവത്തിന് നമ്മളെ കൊണ്ടുപോകാൻ
പറ്റത്തില്ല. ഗോഡ് cannot take us to the next phase in our life. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, he was a generous encourager. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഞാൻ അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാമോ? We will get to that more. Because even before he went to Antioch, apostles gave him a title which is called as, or nickname, ഇരട്ട പേര് കൊടുത്തു. എന്താണ്? എന്ത് പുത്രന്? പ്രബോധന പുത്രൻ, സൺ ഓഫ് എൻകറേജ്മെന്റ്. പേര് വരെ മാറ്റിക്കളഞ്ഞു. ഇന്ന് രാത്രിയിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളെ പറ്റി ഒരു നിക്നെയിം നമുക്ക് തരണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മളെ പറ്റിയുള്ള നിക്നെയിം? അപ്പോസ്തലന്മാരല്ല, നീ ഓർത്ത് നോക്കിയ ദൈവം തന്നെ നമ്മളെ ഒന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ്? നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി നീഡ് ടു കീപ് ഇൻ മൈൻഡ്, that Barnabas was somebody who, അപ്പൊ ഇവിടെ ചെയ്തെന്നറിയാം, പുള്ളി ഫീൽഡ് എല്ലാം വിറ്റിട്ട് പൈസ മുഴുവൻ എന്ത് ചെയ്തു? കൊടുത്തു. അന്നത്തെ കാലത്ത് എന്തായിരുന്നു ആ സഭയുടെ പണത്തിന്റെ ആവശ്യം എന്ന് പറയാമോ? വാട്ട് വാസ് എ നീഡ് ഓഫ് ദാറ്റ് ചർച്ച്? ഓക്കെ, ഈ പണം എന്തിനായിരുന്നു? ഈ അപ്പോസ്തലന്മാർക്ക് കിട്ടിയ പണം എല്ലാം കൂടെ എന്താ ചെയ്തേ? ഇതുപോലൊരു നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ജെറുസലേമിൽ പണിയാനാണോ? എന്നാണ് ഒരാള്, ഒരു വിശ്വാസി, നമ്മുടെ ഇവിടെ അല്ല, ഒരാള് പറഞ്ഞു, എന്റെ ഭാഷ ഞങ്ങളുടെ ചർച്ചിലെ ഈ ബിൽഡിങ് കഴിഞ്ഞിട്ട് വരെ പണിയിരുന്നു. കാരണം ഒന്ന് കഴിയുമ്പോൾ അടുത്ത ബിൽഡിംഗ് പ്രോജക്റ്റ് വരിക, പിന്നെ അത് വലുതാക്കണം, അല്ല റീമോഡൽ ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, അപ്പൊ പിന്നെ അടുത്ത പൈസ എന്തിനു വേണ്ടി? ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടി, പിന്നെ അങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്. അപ്പം മിഷന് വേണ്ടി പൈസ കൊടുക്കാൻ ആരെങ്കിലും ഇല്ല. പക്ഷെ ഈ കെട്ടിടങ്ങളുടെ മണ്ട പൈസ കൊടുക്കാൻ ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല ഇതൊന്നും, റൈറ്റ്? നമ്മുടെ വിഷയമല്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ പോകല്ല. അതിനുവേണ്ടിയാണ് പറഞ്ഞത്. ആവശ്യമുണ്ട്. കർത്താവിന്റെ വേല വർദ്ധിക്കുമ്പോൾ നമുക്ക് വി നീഡ് ടു ഹാവ് ഗുഡ് പ്ലേസസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ ഫോക്കസ് ഇസ് നോട്ട്, അവർ മിഷൻ ഇസ് നോട്ട് ടു മേക്ക് ബിൽഡിംഗ്സ് ഇൻ ദിസ് വേൾഡ്. അവർ മിഷൻ, നമ്മുടെ മിഷൻ എന്താണ്? ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഗോൾ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ വി cannot do it. So let me ask you, ഈ പണം എന്തിനായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എന്തിനാ ഉപയോഗിച്ചത്? ഈ അപ്പോസ്തലന്മാരെല്ലാം നമ്മുടെ നാട്ടിൽ പോയി വീട് പണിയാനായിരുന്നോ? അല്ല, അവരുടെ വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയാ? നോ, ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ദ കോമൺ ഗുഡ്. വിധവമാർക്ക്, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ, അതുപോലെ നീഡി ആയിട്ടുള്ളവർക്ക് കൊടുക്കാൻ. നീഡി പീപ്പിൾ, അതിന്റെ മുമ്പിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി. എന്നിട്ട് അവരെന്തോ ചെയ്യുന്നറിയാമോ? ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. വേഴ്സ് 35, റൈറ്റ്? അവിടെ നിന്ന് മലയാളത്തിൽ വായിച്ച അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? 35-ാം വാക്യത്തിന്റെ എൻഡിങ് എങ്ങനെയാ? ഓരോരുത്തരും അവനവന്റെ ആവശ്യം അനുസരിച്ച് വിവാഹിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന് സൺ ഓഫ് എൻകറേജ്മെന്റ് എന്നുള്ള പേര് കിട്ടിയപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചിന്തിക്കുകയാണ്. ബർണ്ണബാസ് പൈസ ഒക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ നോക്കി എന്നിട്ട് പെട്ടെന്ന് കയറി അഭിപ്രായം പറയാനൊന്നും പോയില്ല. കാരണം ഇത് ഡിവിഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇന്ന് ചിലയിടത്തൊക്കെ അങ്ങനെയാണ്. ചില പൈസ ചിലപ്പോൾ ഞാൻ കർത്താവ് ഒത്തിരി പൈസ ഉള്ളവരൊക്കെ നമ്മുടെ ചർച്ചയില്ലാത്ത ദൈവത്തിന് സ്വതന്ത്രം. അങ്ങനെ നിങ്ങൾ പൈസ ഇല്ലെന്നല്ല പറയുന്നത്. ഈ മില്ലിനേഴ്സ് ഒക്കെ ഉള്ള ചർച്ച ആകുമ്പോൾ പിന്നെ അവർ പറയുന്ന പോലെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും. കാരണം പൈസ അപ്പം ബർണ്ണബാസ്, ഞാൻ മില്ലിനേഴ്സിന്റെ കാര്യമല്ല, ഇവിടെ ബർണ്ണബാസിന്റെ വിഷയമാണ്. ബർണ്ണബാസ് ഈ പൈസയിലാണ് കൊടുത്തത്. പുള്ളി പറഞ്ഞില്ല, ഞാനായിരിക്കും അടുത്ത, ഇനി മുതൽ ഞാനാ ഡിസ്ട്രിബ്യൂഷന്റെ ഇൻചാർജ്. കാരണം എന്താണ്? പൈസ ആരുടെയാ? എന്റെ പൈസയാ. എന്റെ പൈസയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ വേണം കാര്യങ്ങൾ നടക്കാൻ. ബർണ്ണബാസ് അങ്ങനെ ഒന്നും ചെയ്തില്ല. പുള്ളി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊടുത്തു. കാരണം അവിടെ അന്ന് ആ ഫണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനറോസിറ്റി അല്ലെങ്കിൽ ആ ഒരു എൻകറേജ്മെന്റ് നമുക്ക് അവിടെ വെളിപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇത്രയും സമയം ഇതിനകത്ത് എന്താ സ്പെൻഡ് ചെയ്തെന്ന് അറിയാമോ? ഒരു കാര്യം പറയാനാ. ബർണ്ണബാസ് അന്ത്യോക്യയിൽ ചെന്നിട്ടല്ല എൻകറേജർ ആയത്. അദ്ദേഹം ആദ്യം മുതലേ തന്നെ ഒരു എൻകറേജിങ് ആറ്റിറ്റ്യൂഡ് വാസ് ദെയർ ഇൻ ബർണ്ണബാസ് ലൈഫ്, റൈറ്റ്? സോ അടുത്തത്, when you come to chapter 9 verses 26 to 28, അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതും അന്ത്യോക്യ ചെല്ലുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതായത് പെട്ടെന്ന് പറയാം, സ്റ്റീഫനെ
കല്ലെറിഞ്ഞ് എന്ത് ചെയ്തു? കൊന്നു. സ്റ്റീഫൻ ബിക്കം എ മാർട്ടർ ഫോർ ക്രൈസ്റ്റ്. അന്ന് അദ്ദേഹത്തിന്റെ അവിടെ വിറ്റ്നസിങ്ങിന് വേണ്ടി നിന്ന പ്രധാന വ്യക്തിയുടെ പേരായിരുന്നു ശൗല്. ആ ശൗല് ഈ ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുവിനാൽ പിടിക്കപ്പെടുന്നു. യേശു ചോദിക്കുന്നു, വൈ ആർ യു പെർസിക്യൂട്ടിങ് മീ? അങ്ങനെ യേശു ശൗലിന്റെ ജീവിതത്തിൽ ആ വ്യക്തമായ കാഴ്ചപ്പാടുകളൂടെ ഈ ശൗല് മാനസാന്തരപ്പെടുന്നു. ഹി വാസ് ബ്ലൈൻഡ് ഫോർ എ ടൈം ഫ്രെയിം. അത് കഴിഞ്ഞിട്ട് ആരെയാ പറഞ്ഞു വിട്ടത്? അനന്യാസിനെ പറഞ്ഞു വിട്ടു. ശൗല് സ്നാനപ്പെട്ടു. ശൗല് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി ശൗലിന്റെ ലൈഫിൽ. ശൗലിന്റെ ലൈഫിൽ ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞപ്പോൾ മുതൽ ശൗല് ഹി സ്റ്റാർട്ടഡ് പ്രൊക്ലെയിമിംഗ് മസ്സയ, ജീസസ് ആസ് ദ മസ്സയ. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശൗല് യെരൂശലേമിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരാരും ശൗലിനെ കൂട്ടത്തിൽ കൂട്ടാൻ വയ്യ. അവർക്ക് പേടിയാ, ന്യായമായ പേടിയാ, റൈറ്റ്? കാരണം ഇവൻ കഴിഞ്ഞ ദിവസം എന്താ ചെയ്തതാ? വിശ്വാസികളെ കൊന്നൊതുക്കുമായിരുന്നു, ജയിലിൽ പിടിച്ചിടുമായിരുന്നു. അവൻ നിന്ന് മാനസാന്തരപ്പെട്ടിട്ട് വന്നെന്ന് പറയും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു പാസ്റ്റർ മോൻ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാസ്റ്റർ മോന്റെ ഒരു മെസ്സേജിന്റെ ഒരു ചെറിയ ഭാഗം കേട്ടു. അപ്പൊ അദ്ദേഹം തന്റെ സാക്ഷ്യം പറയാം. അതിന്റെ ആ ഫാദർ ഭയങ്കര ടു ബിഗ്, വലിയൊരു പാസ്റ്റർ, പേര് പറയുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ലൈഫില് കുറച്ച് ട്രാക്ക് വിട്ടുപോയി. അതായത് തെറ്റായ വഴിയിൽ അല്ലെങ്കിൽ ഈ വിശ്വാസ മാർഗത്തിൽ വേണ്ട പോലെ പോകാഞ്ഞ ഒരു കാലം വന്നപ്പോൾ എനിക്കൊരു ഇടപെടലുണ്ടായി ദൈവത്തിന്റെ. ഓക്കെ, ഇപ്പൊ അദ്ദേഹം ഈ പറയുന്ന ആള് ഇൻ ഹിസ് ഓൺ റൈറ്റ്സ് ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് ബിഗ് മിനിസ്ട്രി, നല്ല വേല ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പറഞ്ഞു, ഞാൻ ട്രാക്ക് വിട്ടു പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മാനസാന്തരപ്പെട്ടു. ഞാൻ എന്റെ അപ്പനോടും പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. അപ്പോൾ അദ്ദേഹം he said, I started preaching because he knew how to do, but in the middle he just went away. So he started going to places. ചിലടത്ത് പോകുമ്പോൾ അപ്പൻ അവിടുത്തെ ലോക്കൽ പാസ്റ്റർ വിളിച്ചിട്ട് പറയും, അവൻ വരുന്നുണ്ട്, സൂക്ഷിച്ചോളൂ, അവനെ അടുപ്പിക്കല്ലേ, അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കാരണം ഈയിടെ മാനസാന്തരപ്പെട്ടെന്നൊക്കെ പറയുന്നു, പക്ഷേ അവന്റെ മാനസാന്തരം ശരിയാണോ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് സൂക്ഷിച്ചോണം. ആരാ പറയുന്ന? സ്വന്തം അപ്പൻ, റൈറ്റ്? അപ്പൊ നമുക്ക് ഇത് ആരാ ശരിയെന്നൊന്നും നമുക്കിപ്പോ ചിന്തിക്കേണ്ട, റൈറ്റ്? ചില രീതി ചിന്തിച്ച അപ്പൻ ശരിയാണ്, ചില രീതിച്ച മോന് ശരിയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, എന്റെ അപ്പന് പോലും എന്റെ മാനസാന്തരത്തെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അംഗീകരിക്കാൻ പറ്റിയില്ല. ഒന്ന് പറഞ്ഞു, it took long time before I could prove to my father that I was genuine now in pursuing the plan of God in my life. പിന്നെ അദ്ദേഹം വൻകാര്യങ്ങൾ കർത്താവിന് വേണ്ടി നാളുകളിൽ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത്. കർത്താവ് സഹായിക്കട്ടെ. ബട്ട് വൺ തിങ് ഐ വാണ്ടഡ് ടു ടെൽ യു, നമുക്ക് ഒരു ചരിത്രം വെച്ചിട്ട് നമുക്ക് ആരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എത്ര മാനസാന്തരം ഉണ്ടായെന്ന് പറഞ്ഞാലും നമ്മുടെ മനുഷ്യന്റെ സ്വഭാവം എന്താണെന്ന് അറിയാമോ? വി വിൽ ഹാവ് എ സസ്പീഷ്യസ് ഐസ്. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. യെരൂശലേമിലെ ശിഷ്യന്മാർക്ക് ഈ ശൗലിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ആർക്കറിയാം, അവൻ ചാരനായിട്ട് വന്നിട്ട് ഇവിടുത്തെ സീക്രട്ട് മുഴുവൻ കണ്ടുപിടിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി അറസ്റ്റ് ചെയ്യാനാണെന്ന് ഹൂ നോസ്. കാരണം ഒരു ദിവസം സുപ്രഭാതം, ഇന്നത്തെ കാലമൊന്നുമില്ല, സോഷ്യൽ മീഡിയയുടെ കാലമൊന്നുമല്ല. ഒരു സുപ്രഭാതത്തില് മറ്റേ അതോറിറ്റീസിന്റെ പെർമിഷനും മേടിച്ചിട്ട് പുള്ളി എങ്ങോട്ട് പോയതാ? ഹി വെന്റ് ടു ഡമസ്കസ്. എന്തിനാ? അവിടെ ഉള്ളവരെ എല്ലാം കൂടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഏതാണ്ടൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് ഈ പുള്ളി നമ്മുടെ ഇടയിൽ കയറാൻ വരിക, റൈറ്റ്? അപ്പോൾ ഒരു വ്യക്തി ഒരു വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തു. ആ വ്യക്തിയുടെ പേരാണ് ബർന്നബാസ്. ബർന്നബാസിന്റെ നിലപാട് എന്താണെന്നറിയാം? 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, 27. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. അപ്പോൾ ഈ ബർന്നബാസ് ആണ് ശൗലിനെ പിക്ക് ചെയ്തുകൊണ്ട് പോയത്. നമ്മൾ പൗലോസിനെ പറ്റി വലിയ വലിയ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ വന്ന് അവർ പോലും ശൗലിനെ എന്ത് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. they were not ready to accept him. Who took the risk at that time? Barnabas took the risk. He took and told, എല്ലാവരോടും പറഞ്ഞു, എന്താണ്, this man is really changed. ഈ മനുഷ്യന് ശരിക്കും വ്യത്യാസം. കാരണം ഇവൻ കഴിഞ്ഞ ദിവസം ഡമസ്കോസിൽ എന്ത് ചെയ്യുമായിരുന്നു? ശക്തമായിട്ട് യേശുവിന്റെ നാമത്തില് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ഒരു കാര്യം, ആദ്യമേ ഞാൻ പറഞ്ഞു, ബർണബാസ് he was a generous encourager for the missions. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
we need to become visionaries for missions. Who is a visionary? ആരാണ് ഒരു വിഷണറി? നമ്മൾ വിഷണറിയെ പറ്റി പറയുമ്പോൾ പല രീതിയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഒരു സിമ്പിൾ പറയാം. ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു ദേശത്തെ കാണുമ്പോൾ, ഒരു സംഭവത്തെ കാണുമ്പോൾ ഇപ്പോൾ കാണാൻ കഴിയാത്തത് ആത്മാവിൽ അല്ലെങ്കിൽ വിഷനിൽ കാണുന്നവനാണ് വിഷണറി. അവരാണ് വിഷണറി. ഇപ്പൊ നമ്മൾ ഇവിടെ കടന്നു വരുന്നത്, നമ്മളിപ്പോ ഒരു ചെറിയ ഹാളിലാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഒരു വിഷണറി ആരാന്ന് ചോദിച്ചാൽ, ഒരു വിഷണറി ഉണ്ടെങ്കിൽ ആ വിഷണറി പറയും ഞാൻ കാണുന്നത് ഈ ഒരു റൂം അല്ല. ഒരു വിഷണറി പറയും ആ വിഷണറിയുടെ അകത്ത് വേറെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് സ്വന്തം ബുദ്ധിയാൽ വരുന്ന കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെട്ടവൻ ആത്മനിയോഗത്തോടെ അവന്റെ അകത്ത് ദൈവം കൊടുക്കുന്ന ഭാവിയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. There is a vision he has for the future. അവിടാണ് വൻ കാര്യങ്ങളെ ചെയ്ത മിഷണറിമാർ മിഷനിൽ സക്സസ് ആയത്. വില്യം കേരിക്കകത്ത് ഒരു ദർശനം ഉണ്ടായിരുന്നു. ആ വിഷൻ എന്താണെന്നറിയാമോ? സറാംപൂറിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഒരു ടീച്ചർ ആകുമെന്നല്ല, ഒന്നുമില്ലാത്ത സ്ഥാനത്ത് പോയി, അല്ലെങ്കിൽ ബൈബിൾ ട്രാൻസ്ലേഷന്റെ പ്രൊജക്ട് നടക്കുന്നുണ്ട് ഞാനും പോയി ജോയിൻ ചെയ്യുമെന്നല്ല, ഒരു ട്രാൻസ്ലേഷനും ഇല്ലാത്ത കാലത്ത് താൻ വിഷനൈസ് ചെയ്ത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുമെന്ന്. അത് പല രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നതെങ്കിലും one thing is quite sure, that a visionary sees what somebody else doesn't see. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പാസ്റ്ററെ, എന്നോടല്ല പൊതുവെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാ, പാസ്റ്ററെ ആ വ്യക്തിയെ എന്തുകൊണ്ടാണ് ഇത്രയും പൊക്കുന്നതല്ല, വേറെ ഒന്നുമല്ല, എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ പുറകെ നടക്കുന്നത്? മിക്കവാറും അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഭാവിയിൽ അവനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ പറ്റി പുള്ളിക്കാരൻ ഒരു ദർശനം കാണും. അത് മാനുഷികമായിട്ടുള്ളതല്ലായിരിക്കാം, അത് ദൈവികമായിരിക്കണം. അതാണ് ഒരു ദേശത്ത് പോയി, നമുക്കറിയാം, ഈ ഒരു സ്ഥലത്ത് പോയി പോക്കറ്റിൽ പൈസ ഇല്ലാഞ്ഞിട്ട് അന്നത്തെ വിശ്വാസത്തിൽ, ഇപ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊന്നും അല്ല, നിയോഗമുള്ളവരൊക്കെ ചെയ്താൽ മതി എന്ന് പറയല്ല, അവിടെ പൈസ കുഴിച്ചിട്ടു, പിന്നെ അവിടെ വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടായതിനെ പറ്റി, റൈറ്റ്? അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ആ ഒരു വിഷൻ വേണം. അപ്പോൾ ഇവിടെ ബർണ്ണബാസിന് എന്താ പറയാ, ശൗലിനെ കണ്ടപ്പോൾ തന്റെ അകത്ത് ദൈവം കൊടുത്ത ഒരു വിഷൻ. അത് പൗലോസിനെ ഒരു പ്രാവശ്യമല്ല പല വട്ടം ഈ ശൗലിനെ ബർണ്ണബാസ് അത് പ്രൂവ് ചെയ്തു, ഹൗ ഹി ഡിഡ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം, ഹി വാസ് എ വിഷനറി. അപ്പോൾ അതെന്താ പറ്റുന്നറിയാമോ? ദിസ് ഫസ്റ്റ് എൻകൗണ്ടർ ട്രാൻസ്ഫോംഡ് സോൾസ് ട്രജക്ടറി ഇൻ ദ മിഷൻസ്. അദ്ദേഹത്തിന്റെ ആ ദിശ മാറ്റിയ ഒരു അനുഭവമായിരുന്നു. He was the one who introduced Saul to the apostles. അപ്പോസ്തലന്മാർക്ക് കാണിച്ചു കൊടുത്തത് ആരായിരുന്നു? ബർണ്ണബാസ്. പൗലോസ് ലേഖനം എഴുതി, പൗലോസ് ഭയങ്കര മിനിസ്ട്രി ഒക്കെ ചെയ്തു. പക്ഷെ ഈ അപ്പോസ്തലൻസിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര്? ഇനി ഒരു കാര്യം കൂടെ പറയാം. When you come to chapter 11, 11 അധ്യായത്തിന്റെ 25-26 വാക്യം ഒന്ന് വായിച്ച്, 11, 25, 26 നമുക്ക് അറിയാവുന്ന വാക്യമാണ്, എങ്കിലും വായിച്ച് ഈ വിഷയത്തോടനുബന്ധിച്ച് ഞാൻ മെസ്സേജ് കട്ട് ചെയ്യാം, പക്ഷേ പറയുന്ന കാര്യം ഒന്ന് പ്രോപ്പറായിട്ട് പറയട്ടെ. യെസ്. അവൻ ശൗലിനെ തിരവാൻ തർസോസിൽ പോയി, അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. മതി. പൗലോസ് ശൗലാണ്, പേര് മാറിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ പെർസിക്യൂഷൻ നിമിത്തം ചിതറിപ്പോയ കുറച്ചുപേര് അന്ത്യോക്യയിലെത്തി. അവര് they started speak to the Hellenists or the Greeks also, right? And they started proclaiming the word of God. അങ്ങനെ വന്നപ്പോൾ അവിടെ കുറെ പേര് വിശ്വാസത്തിൽ വന്ന ന്യൂസ് യെരുശലേം സഭയിലെത്തി. അപ്പോൾ പെട്ടെന്ന് അവര് പറഞ്ഞു വിട്ട ആളായിരുന്നു ആര്? ബർണ്ണബാസ്. അപ്പോൾ ബർണ്ണബാസിനെ പറ്റി അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. ബർണ്ണബാസ് rejoiced and encouraged them. അവിടെ വന്നു കഴിഞ്ഞിട്ട് താൻ എൻകറേജ് ചെയ്തു, റിജോയ്സ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കൂട്ടം ദൈവത്തിലേക്ക് വന്നെന്നും പറയുന്നുണ്ട്. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ കെയിം ടു ഫെയ്ത്ത്. അത് കഴിഞ്ഞപ്പോൾ ബർണ്ണബാസ് എന്ത് ചെയ്തറിയാമോ? he went to Tarsus searching for Saul. ശൗലിനെ തപ്പി തർസോസിൽ പോയി. എന്നിട്ട് ശൗലിനെ കണ്ടുപിടിച്ചിട്ട് അന്ത്യോക്യയിൽ വന്നിട്ട് അവരവിടുത്തെ സഭയെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ശിഷ്യന്മാർക്ക് ആദ്യമായിട്ട് ക്രിസ്ത്യാനികളൊന്നും പേര് ലഭിച്ചത് എവിടെ വെച്ചാണ്? അന്ത്യോക്യയിൽ വെച്ചാണ്. They got it. ഞാനൊരു സിൻസിയറായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ.
ഇന്നത്തെ ഭർണവാസന്മാരായിരുന്നെങ്കിൽ എന്തു ചെയ്തു തന്നെ? എന്ത് ചെയ്തു തന്നെ? ഞാൻ പറയാം, സിമ്പിളായിട്ട് പറയാം. അവര് അന്ത്യോക്യയിലെ പാസ്റ്ററായനെ. ശൗലിനെ എന്ത് ചെയ്യത്തില്ല, അടുപ്പിക്കത്തില്ലായിരുന്നു. കാരണം വിദ്യാഭ്യാസപരമായി നോക്കിയാൽ, സ്പീച്ച് വൈസ് ഒക്കെ നോക്കിയാൽ ഈ ശൗൽ മിടുക്കനാണ്. ഗമാലിയലിന്റെ അണ്ടറിലും പഠിച്ച വ്യക്തിയാണ്. നമ്മള് ആ ആസ്പെക്ട് നോക്കിയാൽ സോൾ ഇസ് എ ബ്രില്യന്റ് മാൻ ഇൻ ദാറ്റ് സെൻസ്. പക്ഷേ ബർണബാസിന്റെ ആ അപ്രോച്ച് നോക്കിയാൽ he went search for Saul, brought him to Antioch. Second investment in the life of Saul. First investment was he introduced him to the apostles. Number two, the second investment was he searched for him and brought him to Antioch. ഇനി മൂന്നാമത് ശൗലിന്റെ ലൈഫിൽ ഒരു സംഭവം കൂടെ നടന്നു. പെട്ടെന്ന് ഞാൻ അങ്ങ് ചുരുക്കി പറയാം. 13-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ശൗലും ബർണബാസും കുറെ ടീച്ചേഴ്സും പ്രോഫറ്റ്സും എല്ലാം കൂടെ ഈ അന്ത്യോക്യ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ബർണബാസിനെയും ശൗലിനെയും എന്റെ വേലയ്ക്ക് വേണ്ടി, ഞാൻ വിളിച്ച വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക, വേർതിരിക്കുക. അത് കഴിഞ്ഞ ഉടനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അറിഞ്ഞയച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവരിൽ ഇപ്പോഴാരാ സീനിയർ? ബർണബാസ് ഒന്ന് പറഞ്ഞാൽ മതി അല്ലേ? നമുക്കിവിടെ ഇപ്പൊ എന്താണ്, ഇപ്പൊ നമുക്ക് സുഖമാണ്. എന്തുകൊണ്ട് ഇവിടെ ഇപ്പൊ നല്ല ആരാധന ഉണ്ട്, നല്ല ആരാധനയുണ്ട്, നല്ല പാട്ടുണ്ട്, പ്രവചനമുണ്ട്, നല്ല ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞെന്ന് വെച്ചോ. ആ സമയത്ത് ഒരു പക്ഷേ ശൗലും കൂടെ എന്ത് ചെയ്തേനെ, അന്ന് അച്ഛാ നമുക്ക് ഇച്ചിരി നേരം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ദൈവനിയോഗം പ്രാപിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറയാൻ സാധ്യത ഉണ്ട്. പക്ഷേ കർത്താവ് വിളിച്ച് വേർതിരിച്ചപ്പോൾ ബർണബാസ് was willing to be the trailblazer for mission. He became a trailblazer for the mission. Why? ഇതുവരെ ആരും ചെയ്യാത്ത ഒരു പരിപാടിക്ക് വേണ്ടിയാണ് അവര് ഇറങ്ങിത്തിരിക്കാൻ പോകുന്നത്. എന്താണ് റിയൽ അപ്പോസ്റ്റോളിക് മിനിസ്ട്രി? ഒരു സ്ഥലത്ത് പോയി അവിടെ സഭ സ്ഥാപിച്ച് അവിടെ കുറച്ച് എൽഡേഴ്സിനെ ആക്കിയിട്ട് അടുത്ത സ്ഥലത്ത് പോയി സുവിശേഷം പ്രസംഗിച്ച് ഇങ്ങനെ പോകുന്ന ഈ പ്രവർത്തനത്തിന്റെ ആരംഭം ഇതുവരെ ആ ഒരു തലത്തിൽ ചെയ്യാത്ത നമ്മളെല്ലാവരും അറിയപ്പെടുന്ന പോൾസ് ഫസ്റ്റ് മിഷണറി ജേണി, സെക്കൻഡ് മിഷണറി ജേണി, തേർഡ് മിഷണറി ജേണി എന്നൊക്കെ പറയുന്ന സംഭവത്തിന്റെ ആരംഭത്തിൽ ഒരു കട്ടയ്ക്ക് നിന്ന ആളാണ് ആര്? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ബർണബാസ് ഫസ്റ്റ് മിഷണറി ജേണി എന്ന്? ഇന്ന വരെ ഏതെങ്കിലും സൺഡേ സ്കൂൾ ബുക്കിൽ പഠിച്ചിട്ടുണ്ടോ? Did anybody here read about? പക്ഷേ wasn't Barnabas with Saul? He went. He was there equally. He became a trailblazer. This is where we need to understand something. Some are called to be Barnabas, some are called to be Paul. ചിലരെ ദൈവം വിളിച്ചിരിക്കുന്നത് ആരാകാൻ വേണ്ടിയാ? ബർണബാസ് ആകാൻ വേണ്ടി. ചിലരെ ദൈവം വിളിച്ചിരിക്കുന്നത് ബർണബാസിന്റെ പണി ചെയ്യാമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ബർണബാസിന്റെ ലൈഫിൽ കൂടെ വെളിപ്പെടും. അപ്പോൾ ഇദ്ദേഹം ഒരു ട്രെയിൽ ബ്ലേസർ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരാണ് ആദ്യം എഴുതിയത്. ബർണബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ച വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, മാറ്റണമെന്ന് പറഞ്ഞു. ഒരു കോസ്റ്റ്ലി സ്റ്റെപ്പാ, അൺനോൺ ടെറിട്ടറീസിലോട്ട് പോവുക. റൈറ്റ്? ഇവൻച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് Barnabas allowed Paul to take the lead in the missions. ഈ മിഷൻസില് അതിന്റെ 13-ാം അധ്യായത്തിന്റെ മുമ്പോട്ടുള്ള ഭാഗങ്ങളിലേക്ക് 13 വാക്യം വരെ അങ്ങോട്ട് വായിക്കുമ്പോഴത്തേക്കിന് Barnabas just let Saul take the lead in the mission. And always remember, encouragers are kingdom minded. നമ്മളത് ബർണബാസിനെ പറ്റി കാണുന്നുണ്ട്. ഫൈനലി ഞാൻ ഒരൊറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാ. One more last thing about Barnabas. There are more things to be said, but I just wanted to say a few things. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് പറഞ്ഞ്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? He was a generous encourager for the missions. Number 2, ഞാൻ എന്താ പറഞ്ഞത്? He was a missionary for the missions. Number 3, what did I say? Did I say anything third? He was a trailblazer for the missions. There are few more things to say, but let me conclude by one more thing. When we come to chapter 15, 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 11-ാം അധ്യായത്തിൽ തന്നെ
when they went on the journey, something happened. You know what had happened, and when you look at 11 and when you read verses, so we saw in the church, and then the mission starts in chapter 13. But in the middle of the journey, there was a man who was a cousin of Barnabas. His name was Mark John. Mark John എന്ത് ചെയ്തു? മിഷൻ ഫീൽഡ് വിട്ടിട്ട് പുള്ളിയുടെ തിരിച്ചു പോയ നിമിത്തം പുള്ളി അങ്ങ് തിരിച്ചും പോയി. 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ there was a disagreement in the church, dispute in the Antioch church. കാരണം ദുരുപദേശക്കാർ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ നിമിത്തം അപ്പം കട്ടയ്ക്ക് നിന്നവരാണ് പൗലോസും ബർണബാസും. അത് കഴിഞ്ഞ് അവർ ജെറുസലേം കൗൺസിലിൽ പോയി. they went to the Jerusalem council, then they came back with all the agreement. So ഇതുവരെ no problem. Now finally Paul takes an initiative and says, let's go back and visit all the churches we planted, right? At that time Barnabas says, let's take John Mark also. Let's take Mark also. മാർക്കോസിനെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. അപ്പോൾ പൗലോസ് പറഞ്ഞു no way. അവിടെ ഒരു ഷാർപ്പ് ഡിസഗ്രീമെന്റ് ഉണ്ടായി. They parted ways. Barnabas took Mark and sailed off to Cyprus. Barnabas മാർക്കിനെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി? Cyprus. Paul അടുത്ത ആളിനെ എടുത്തു. Who was he? Silas. And he also went. And then he traveled through Syria and Cilicia, strengthening the churches. I think what Barnabas did is a very difficult step. കാരണം from the beginning you should understand one thing. ശൗലിനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരായിരുന്നു? ബർണബാസ്. ശൗലിനെ അന്ത്യോക്യ കൊണ്ടുപോയത് ആരാ? ബർണബാസ്. മിഷണറി ജേണിക്ക് ഇവർ രണ്ടുപേരും കൂടാണ് തീരുമാനം എടുത്തത്. ഇവർ പോയി പട്ടണങ്ങളെ എന്ത് ചെയ്തു? കീഴടക്കി. പൈശാചിക ശക്തികളുടെ കോട്ടകളെ ഇവര് ഒരുമിച്ച് പിടിച്ചെടുത്തവരാ. സഭയിൽ ഒരു പ്രതിസന്ധി വന്നു, ദുരുപദേശത്തിന് പ്രതിസന്ധി വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ യെരുശലേം കൗൺസിലിൽ പോയി കാര്യം സോൾവ് ചെയ്ത് ലെറ്റർ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഒരൊറ്റ വിഷയത്തിൽ ബർണബാസ് എന്തുകൊണ്ടാണ് ശൗലിനോട് അല്ലെങ്കിൽ പൗലോസിനോട് എതിർത്തത്? Why did he do this? Because Barnabas could have said, okay, എന്നാ നീ പറഞ്ഞ പോലെ ഞാനങ്ങ് പോട്ടെ, മാർക്കോസിനെ നമുക്ക് വേണ്ടാന്ന് വെക്കാമായിരുന്നു. കാരണം അങ്ങനെ പോയിരുന്നെങ്കിൽ അവരുടെ മിഷണറി ജേണി, കാരണം ഇവർ നല്ലൊരു പാർട്ട്നേഴ്സ് ആയി മിനിസ്ട്രി. They were one of the best partners in the ministry because they have proven through their mission journeys that they are very effective, but they were ready to part ways. പല കാരണങ്ങൾ അതിന്റെ പിന്നിൽ കണ്ടേക്കാം, പലരും നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ ഞാൻ അതിനെ ഇങ്ങനെ പറയുന്നു, Barnabas was willing to give second chance for the missions. ബർണബാസ് ഒരുക്കമുണ്ടായിരുന്നു രണ്ടാമതൊരു അവസരം കൂടെ ഒരു ചെറുപ്പക്കാരന് കൊടുക്കാൻ. പൗലോസ് കട്ട് ഓഫ് ചെയ്തു. നിങ്ങളാരും പൗലോസിന്റെ ഫാൻസ് വിടില്ല. ഞാൻ പറയുന്നു, പൗലോസ് പറഞ്ഞു ഇവനെ കൊണ്ട് എന്ത് ചെയ്തില്ല, ഇനി ഇവനെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ കൊള്ളത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവനെ ഇട്ടിട്ട്, കാരണം മിക്കവാറും ചിലപ്പോൾ കഷ്ടതയും പ്രതിസന്ധിയും ഒക്കെ വന്നപ്പോഴായിരിക്കാം. അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനായ പയ്യൻ അവൻ ഈ എന്തൂസിയാസത്തോടെ കൂട്ടത്തിലൊക്കെ പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രതിസന്ധിയും ഈ മിഷൻ ട്രിപ്പിലെ പ്രശ്നമെല്ലാം കണ്ടപ്പോൾ പുള്ളി പകുതി വഴിക്ക് വീട്ടിൽ പോയി. പുള്ളിക്ക് വീട്ടിൽ ചോറുണ്ട ഒരു നമ്മുടെ ജോയലൊക്കെ ഉഗാണ്ട പോയപ്പോൾ ജോയലിന്റെ കണ്ടീഷൻ എന്തായിരുന്നൊക്കെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ജോയലിന്റെ ടിമിന്റെ ഒക്കെ തെറ്റിദ്ധരിക്കണ്ട, അവരൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ചില ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് ചോറ് കഴിക്കാന്നുകൊണ്ട് ഭയങ്കര പ്രയാസം. നമ്മുടെ പിള്ളേർക്ക് കുഴപ്പമില്ലായിരുന്നു. ഇന്ത്യൻ കടയിൽ പോയി അരി മേടിച്ചുകൊണ്ട് വരുന്നു, എന്തെല്ലാം സംഭവങ്ങളാണെന്നറിയോ, കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നു. കാരണം അവർക്ക് കുറച്ച് ദിവസം ഫുഡ് കിട്ടായിരുന്നപ്പോൾ, ഒരു 2 ദിവസം ഫുഡ് കിട്ടായിരുന്നപ്പോൾ തന്നെ പ്രശ്നമായി. അപ്പോൾ ഈ മാർക്ക് ഞാനിങ്ങനെ ചിന്തിക്കാം, പുള്ളിക്കും എന്തൊക്കെയോ പ്രയാസം ഉണ്ടായി കാണും, പുള്ളി തിരിച്ചു പോയി. പക്ഷെ ഈ ഒരൊറ്റ വിഷയത്തിൽ Barnabas was willing to part ways. So he had all the rights, but he still chose. But finally നമുക്ക് എല്ലാവർക്കും അറിയാം, 2 Timothy 4:11, Paul writes to Timothy like this, get Mark and bring him with you, for he is very useful for me in the ministry.
വേദപണ്ഡിതന്മാരും എല്ലാവരും പറയുന്നത് ഈസ് റെഫറിംഗ് ടു ദ സെയിം മാർക്ക്. ഏത് മാർക്കാണെന്നറിയാമോ? ഒരിക്കൽ അവനെ മിനിസ്ട്രിക്ക് എടുക്കണ്ടെന്നും പറഞ്ഞ് തന്റെ ഉറ്റ സുഹൃത്തും ദീർഘകാല മിഷൻ പാർട്ട്ണറുമായിരുന്ന ബർണ്ണബാസുമായിട്ട് ഉടക്കി പിരിഞ്ഞ അതേ വിഷയത്തെ പറ്റി ഇപ്പോൾ പൗലോസ് പറയുകയാണ്, ഈസ് പ്രോഫിറ്റബിൾ ഫോർ മീ ഇൻ ദ മിനിസ്ട്രി. ഈ ചെറുപ്പക്കാരനെ അൺപ്രോഫിറ്റബിലിറ്റി പ്രോഫിറ്റബിൾ ആക്കി തീർത്ത ഘടകം എന്താന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഒരു വലിയ നേതാവ് അവനെ തഴഞ്ഞപ്പോൾ തഴയാതെ കൈക്കൊണ്ട ബർണ്ണബാസിന്റെ ആ ഒരു സെക്കൻഡ് ചാൻസ് ഗിവിംഗ് ആറ്റിറ്റ്യൂഡ് ഫോർ ദ മിഷൻസ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമുക്കും അങ്ങനെ ഒരു മനോഭാവം കർത്താവ് നൽകട്ടെ. ബർണ്ണബാസ് പുതിയ നിയമത്തിലെ ലേഖനങ്ങളൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഞാനിവിടെ പൗലോസിനെ തെറ്റിദ്ധരിക്കല്ലേ, ആരും തെറ്റിദ്ധരിക്കല്ലേ. പൗലോസിനെ പറ്റി പ്രസംഗിക്കാൻ പോയി ഇതിനേക്കാളും നല്ല കാര്യങ്ങൾ പറയാനുണ്ടാവും അദ്ദേഹത്തെ പറ്റി. പക്ഷേ ബർണ്ണബാസിന്റെ വിഷയമാണല്ലോ, അദ്ദേഹത്തെ പറ്റി എന്തില്ല? അദ്ദേഹം ഒരു ലേഖനം എഴുതിയായിട്ട് നമുക്ക് നമ്മുടെ പുസ്തകത്തില് ഇല്ല. അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം എടുത്ത മിഷണറി ജേണിയെ പറ്റി ഒരു മനുഷ്യരും പറയാറില്ല. ഏത് ബൈബിളിന്റെയും ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ ഷൗൾസ് മിഷണറി ജേണി എന്നൊക്കെയാണ് സാധാരണ വിധത്തിൽ എഴുതുന്നത്. എവിടെ പഠിപ്പിച്ചാലും അങ്ങനെ പഠിപ്പിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം അറിയണം, ബർണ്ണബാസ് അല്ലായിരുന്നു പൗലോസ്. പക്ഷെ ബർണ്ണബാസ് ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് ഹല്ലേലൂയ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഉണ്ടാക്കിയതാണ്. ഒരു ആന്റിയോക്ക് ചർച്ചിന്റെ അടിസ്ഥാനം ഇടുവാൻ, അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യുവാൻ ബർണ്ണബാസിന്റെ ഡിസിഷൻസ് ആദ്യ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഫസ്റ്റ് ചർച്ച് ജെറുസലേമിലെ സഭയിൽ താൻ ചെയ്ത പ്രവൃത്തി, തനിക്ക് ലഭിച്ച ഇരട്ടപ്പേര് അല്ലെങ്കിൽ നിക് നെയിം ദ സൺ ഓഫ് എൻകറേജ്മെന്റ്, ബാർനബാസ് എന്നുള്ള പേര് ലഭിച്ച അനുഭവം നമ്മൾ ഓർക്കുമ്പോൾ, ഇതെല്ലാം വെക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ അകത്തൊരു ദീർഘ വിഷൻ ഉണ്ടായിരുന്നു. നോട്ട് ഓൺലി അബൌട്ട് സോൾ, but he also had a vision about Mark. ശൗല് പൗലോസായി, മാർക്കോസും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവനായി. ഹല്ലേലൂയ. ബർണ്ണബാസ് എങ്ങും റെക്കഗ്നൈസേഷൻ ഒന്നും പോയില്ല. ഹല്ലേലൂയ. അദ്ദേഹം വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസും അദ്ദേഹത്തിന്റെ ആ ഒരു ഫിംഗർ പ്രിന്റ് കിടക്കുന്നത്, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ ആ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് കിടക്കുന്നത് എന്തിനു പറയണം, ഞാൻ സിൻസറായിട്ട് പറയാം, ഹല്ലേലൂയ, ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ക്യാരക്ടേഴ്സിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ബർണ്ണബാസ്. 2000 വർഷക്കാലം മുമ്പ് ജീവിച്ചിരുന്ന ബർണ്ണബാസ് has influenced personally me a lot when you more study about him. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു ജീവിതം വെക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതിന്റെ ഗുണങ്ങളുണ്ട്. ഒന്ന്, he was a generous encourager and giver. He was not restricting himself. Number 2, he was willing to see in others what others were failing to see. He was willing to take the risk of bringing Saul to the അവിടെ ജെറുസലേമിൽ കൊണ്ടുവരാൻ പുള്ളി റെഡിയായിരുന്നു. He was a man of encouragement. He was a trailblazer for the missions. He wanted to take the step along with, and he was somebody who was willing to give a second chance, where even the great Paul was not willing to give the chance. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ദർശനം, ഇപ്പൊ പൗലോസിൽ ഉള്ള ദൈവിക പദ്ധതികളെ വിഷനൈസ് ചെയ്യുവാൻ, മാർക്കോസിൽ കൂടുള്ള ദൈവത്തിന്റെ പദ്ധതി അവൻ ഒരിക്കൽ ഇട്ടിട്ട് പോയതാണെങ്കിൽ പോലും അവനെ എടുത്തുകൊണ്ട് സൈപ്രസിൽ കൊണ്ടുപോകാനും അവര് ചെയ്ത മിഷനെ പറ്റി ബൈബിളിൽ എഴുതിയിട്ടില്ല ആക്ച്വലി. കാരണം ലൂക്കോസ് ആണല്ലോ അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നത്. ലൂക്കോസ് വാസ് മോർ ഫോക്കസ്ഡ് ഓൺ ദ പോളിംഗ് സൈഡ് ഓഫ് തിങ്സ്. പിന്നെ നമ്മൾ പൗലോസിനെ പറ്റിയാണല്ലോ കൂടുതൽ അറിയുന്നത്. ബർണ്ണബാസ് ഈ മാർക്കോസിനെ കൊണ്ടുപോയി എന്തെല്ലാം ചെയ്തെന്ന് അറിയത്തില്ല. എന്തായാലും എന്തോ ശക്തമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പിന്നെ ഒരു ടെസ്റ്റിമണി പറയുന്നത്. വാട്ട് ഈസ് ഹിസ് ടെസ്റ്റിമണി? ഈസ് പ്രോഫിറ്റബിൾ ഫോർ മീ, ബ്രിങ് ഹിം. അവനെ കൊണ്ടുവരണം. ഒരിക്കൽ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞ പൗലോസിനെ ഇപ്പോൾ പറയുകയാണ് അവനെ കൊണ്ടുവരണം. കാരണം അവൻ എന്തുവാണ്? പ്രയോജനമുള്ളവനാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളെ പറ്റിയുള്ള റോൾ എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി. പക്ഷെ ആരും അറിയുന്ന റോൾ അല്ലായിരിക്കാം. ഒരു പക്ഷേ ചിലപ്പം ഒരു വ്യക്തിയിൽ ഒരു ആരും കാണാത്തത് കാണാനുള്ള ഒരു കൃപയായിരിക്കും ദൈവം നമുക്ക് ചിലപ്പോൾ തരുന്നത്.
if we are willing to do it, we can do great things for the Lord. ദൈവരാജ്യത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് ദൈവം സഹായിക്കും. നമ്മൾ God will empower us to do a lot of things. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. Let's all close our eyes. Hallelujah. ഒരു നിമിഷം നമുക്കൊന്ന് ദൈവത്തിന്റെ എഴുന്നേറ്റ് നിൽക്കാം. Hallelujah. Hallelujah. Lord, we thank you. Lord, we praise you. Lord, we praise you. നമ്മളിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ Hallelujah. Let us surrender our lives into the hands of the Lord. Hallelujah. നമുക്കൊരു ബിൽഡർ ആകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ബ്രേക്കർ അല്ല, ഒരു ബിൽഡർ ആകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Hallelujah. Hallelujah. കർത്താവേ, മറ്റുള്ളവരിൽ നിന്ന് ഒരു നന്മ കാണുവാൻ Lord, help us to have that vision to see that. Hallelujah. നമുക്ക് ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ Hallelujah, പലരും കാണാത്തത് പ്രാർത്ഥനയിൽ കാണുവാൻ, പലരും കാണാത്തത് ആത്മനിയോഗത്തോടെ കാണുവാൻ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും. Hallelujah. Hallelujah. Lord, we thank you. Lord, we worship you. Hallelujah. 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 കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങേ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് ദൈവം കനിവ് കാണിക്കണമേ. ചില നിമിഷങ്ങള്, ഈ അവസാന നിമിഷങ്ങൾ നമുക്ക് ഈ പട്ടണത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, റോച്ചസ്റ്ററിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ കർത്താവേ, റോച്ചസ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ബർന്നബാസുമാർ എഴുന്നേൽക്കട്ടെ, റോച്ചസ്റ്ററിൽ ഹല്ലേലൂയ പൗലോസുമാർ എഴുന്നേൽക്കട്ടെ, റോച്ചസ്റ്ററിൽ ദൈവപ്രവൃത്തിയുടെ കരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഉറബാശമനഗഡഗസ്യ അംദരാജരാധരാലബാശംതരാമന റികഥന രുഢബാലബാശംതരമനമസ്യ. Oh, we thank you, Jesus. Hallelujah. ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. Hallelujah. 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 We worship you, Lord. We thank you, Jesus. We thank you, Jesus. We pray for a breakthrough in this land, Lord. അടുത്ത പ്രാവശ്യം ഞങ്ങൾ കൂടി വരുമ്പോൾ Hallelujah, ഒരു ബ്രേക്ക് ത്രൂ കാണുവാൻ ദൈവം സഹായിക്കണമേ. ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അയക്കണമേ. Oh, send forth a great revival in this land, oh God. Hallelujah. 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 Urabashamanagasya. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, we worship you, Lord. Hallelujah. നമ്മൾ വളരെ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നു. ഒരു നിമിഷം ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കി. ഹല്ലേലൂയ. നിങ്ങളുടെ സൈഡിൽ നിൽക്കുന്ന വ്യക്തിയുടെ കൈ ഒന്ന് പിടിക്കാമെങ്കിൽ കൈ ഒന്ന് പിടിച്ച് നമുക്ക് ഐക്യതയോടെ ഈ ദേശത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തണമേ. പ്രവർത്തനങ്ങൾക്ക് തടസ്സമിട്ടുകൊണ്ട് വ്യാപരിക്കുന്ന പോരുകളെ ശാസിക്കുന്നു, പോരാട്ടങ്ങളെ ശാസിക്കുന്നു, വെല്ലുവിളികളെ ശാസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അത്യന്ത ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിലും അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്തേ. അർക്കാദരാജരാധേരികൾ കടകസ്യ ബാലകനകടകം ദരാജരാധരാഗസ്യ ഉടബലമ ശൈതാരബലകടകം ദരാജുടാലമ ശാഭാരകനകടകസ്യ അർക്കതുരബലകടകം ദരാജരാധരാലകമാശംധര. വിശ്വാസത്താൽ ചില ദർശനങ്ങൾ കാണട്ടെ, വിശ്വാസത്താൽ ദർശനങ്ങൾ കാണട്ടെ. Oh, we thank you, Jesus. We worship you, Lord. Hallelujah. Thank you, Father. Thank you, Jesus. Hallelujah. തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തു യേശുവിൽ. ആമേൻ, ആമേൻ, ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തു യേശുവിൽ. ആമേൻ, ആമേൻ, ആമേൻ. വാഗ്ദത്തം തന്നവൻ വിശ്വസ്തൻ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഈ പട്ടണത്തിൽ കടന്നു വന്ന കർത്താവേ,
കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കൊരവസരം കൂടെ കർത്താവ് തന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ പട്ടണത്തിൽ നിന്റെ ബാനർ ഉയരട്ടെ. Let the banner of the Lord be raised in this place. In Jesus' name we pray. കർത്താവേ, പ്രത്യേകിച്ച് ഈ പട്ടണത്തിൽ പാർക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഹോദര അജയ് ബ്രദറിനെയും സഹോദരിയെയും പൈതലിനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ പരിപാലിക്കണമേ, സംരക്ഷിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും വിഷയങ്ങളുടെ മേലും ദൈവം പ്രവർത്തിക്കണമേ. അവര് കർത്താവെ ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് പറിച്ചു നീ ഈ രാജ്യത്ത് കൊണ്ടുവന്നു, ഈ ദേശത്ത് ദൈവം കൊണ്ടുവന്നു കർത്താവെ. അത് വൃഥാവല്ല, ഞങ്ങളത് അറിയുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി, നിന്റെ മക്കളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അത് കർത്താവ് നിവർത്തിയാക്കണമേ. അവരെ ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ദേശത്ത് നിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രവർത്തനത്തിന്റെ ഒരു വിശാലതയുടെ വാതിൽ ഈ ദേശത്ത് തുറക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let a wide door for the ministry be opened in this land. We prophesy to the east and the west and the north and the south to release people in the name of Jesus. In Jesus' name. Hallelujah. The authority vested upon us through the victory which Christ had on the cross. We proclaim and we say, in Jesus' name, let it happen. യേശുവിന്റെ നാമത്തിൽ തെക്കേ വടക്കിനോട് കിഴക്കേ പടിഞ്ഞാറിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, ആത്മാക്കളെ റിലീസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഇനിയും ഈ ദേശത്ത് കൂടി വരുകയും ദൈവം പരിപാലിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മടക്കയാത്രയിൽ, ഞങ്ങളുടെയൊക്കെ മടക്കയാത്രയിൽ കൂടെ ഇരിക്കണം. ക്ഷേമത്തോടെ ഭവനങ്ങൾ എത്തിച്ചേരുവാൻ സഹായിക്കണം. ഇന്ന് രാത്രിയിലും ഞങ്ങൾ ചുരുക്കം പേര് ഇവിടെ കൂടി വന്നിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ മധ്യത്തിൽ അത് ഇടപെടുകയും സംസാരിക്കുകയും വ്യാപരിക്കുകയും ചെയ്തുകൊണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയും. ഞങ്ങൾ വിതയ്ക്കുന്നു, കൊയ്ത്തിന്റെ കാലം കർത്താവ് നൽകുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനഘടനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Now may the grace of our Lord Jesus Christ, love of the Father, the fellowship of the Holy Spirit be with us all from now and forever. Amen. God bless you all. Amen.